ഞാൻ മറ്റൊന്നും പറയാതെ ദൈവസന്നിധിയിൽ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളാണെന്ന് കർത്തൃദാസൻ പറഞ്ഞു. നിങ്ങൾക്കും അറിയാം, തുടക്ക ദിവസങ്ങളിൽ വരുന്നവരാണ് സത്യത്തിൽ ഇതിനെ തീ പിടിപ്പിക്കുന്നവർ. സ്തോത്രം. സാധാരണ ഞാൻ സഭായോഗത്തിലും പറയാറുണ്ട്, കുറേ ആരാണ്ടും കത്തിച്ച തീയിൽ കഞ്ഞി വയ്ക്കാൻ വരുന്നവർ. ഞാൻ നിങ്ങളുടെ സഭയെക്കുറിച്ചല്ല പറഞ്ഞത്, ഞങ്ങളുടെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം രാവിലെ വന്ന് പണ്ടത്തെ കാലത്ത് ഇൻഡക്ഷൻ കുക്കറും ഗ്യാസൊന്നും ഇല്ലാത്ത കാലത്ത് അടുപ്പിൽ തീ കത്തിച്ചിട്ടുള്ള അമ്മമാർക്കറിയാം, നനഞ്ഞ വിറകൊക്കെ വെച്ച് ചകിരിയൊക്കെ വെച്ച് ഊതി കത്തിച്ച് തീ പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാടാണ്. അങ്ങനെ തീ പിടിച്ച പിന്നെ മരുമക്കളൊക്കെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പുറകെ വരും. കണ്ടിട്ടുണ്ടോ? സ്തോത്രം. എന്നതുപോലെ ഈ തുടക്ക ദിവസങ്ങളിൽ ഇതിനെ കത്തിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കൃപയാണ്. ഒരു യോഗം തുടങ്ങുമ്പോൾ എന്തൊന്നൊക്കെ പറഞ്ഞാലും ഈ യോഗം നടത്തുന്നവർക്കും ലീഡ് ചെയ്യുന്നവർക്കും അറിയാം, ആ തീ പിടിച്ച് കിട്ടാൻ സ്തോത്രം ഇച്ചിരി ഒരു നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഒരു ഫ്ലോയിലേക്ക് വരാൻ അത് ജാഗരിച്ചും പ്രാർത്ഥിച്ചും ദൈവകൃപയിലേക്ക് അമർന്നിരുന്നേ പറ്റും. അതിന് കൂട്ടു നിൽക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലായിടത്തും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ വരും. പക്ഷേ തുടക്ക ദിവസങ്ങളിൽ ഇതിനെ ഒന്ന് മൂവ്മെൻ്റ് ആക്കാൻ, ഇതിനെ ശക്തമാക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതിനെ നിറയ്ക്കാൻ വിലപ്പെട്ട സമയം പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ചെലവഴിക്കുന്ന നിങ്ങളെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കി, ഇരട്ടി അഭിഷേകത്തിന് യോഗ്യരാക്കി, ഇരട്ടി അനുഗ്രഹത്തിന് യോഗ്യരാക്കി ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ഈ പുൽപ്പിറ്റിൽ നിന്ന് അനുഗ്രഹിക്കുകയാണ്. സ്വർഗമത് ചെയ്യട്ടെ. ഹല്ലേലൂയ. എപ്പോഴും ഒരു യോഗം തുടങ്ങിയാലും തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രം പറയാൻ. നെഹമ്യാവിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. ഒരു വലിയ തകർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ജനങ്ങൾ. അപ്പോൾ കുറേ സിസ്റ്റം നെഹമ്യാവ് സ്തോത്രം ഉണ്ടാക്കിയെടുത്തു. കുറേ സിസ്റ്റം. അതിൽ ഒന്നാണ് പ്രാർത്ഥനയിൽ സ്തോത്രം പറയുന്നവരെ നിയോഗിച്ചു എന്നൊരു വാക്യമുണ്ട്. കർത്തൃദാസന്മാർ വായിച്ചിട്ടുണ്ടെന്ന് അറിയാം, ഇല്ലെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കണം. സ്തോത്രം. അവർക്ക് പ്രസംഗിക്കാനൊന്നും റോളില്ല, അവർക്ക് ചിലപ്പോൾ പാടാൻ റോളില്ല, അവർക്ക് പ്രബോധിപ്പിക്കാൻ റോളില്ല. അവരുടെ ആകപ്പാട് ഒരു കൂട്ടത്തെ നെഹമ്യാവ് വേർതിരിച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം പറയാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ. അതൊരു ശുശ്രൂഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്കെന്നാ സഭയെ പണിന്ന് ചോദിച്ചാൽ സ്തോത്രം പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നാ പറയും? ഇപ്പം നിങ്ങളിരിക്കും പോലെ മുഖം മാടിയിരിക്കും. ഞാനാണ് ഞങ്ങളുടെ സഭയെ മുഴുവൻ ഞാനാണ് ഇവിടെ ഉള്ളൊരു പണങ്ങരുത് കേട്ടോ, സ്തോത്രം, പാട്ട് പാടുന്നത് ഞാനാണ്, സ്തോത്രം എന്താ പറയുക, പ്രസംഗിക്കുന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. പക്ഷെ ഞങ്ങളുടെ സഭയിൽ സ്തോത്രം പറയുന്നത് ഞാനാണ്, അതിന് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതൊരു വലിയ കൃപയാണ്. കാരണം ആ സ്തോത്രം, നെഹമ്യാവെന്ന് പറയുന്ന ആത്മീക നേതാവ് ഒന്നുമില്ലാതെ 10 പേരെ പിടിച്ച് സ്തോത്രം പറയാൻ ഇരുത്തത്തില്ലല്ലോ. പയക്കറിയാം, സ്തോത്രം പറയാൻ 10 പേരുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവം നടത്താനിടയാകും. പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം എന്റെ ഹൃദയത്തിൽ തരുന്നത് മുഴുവൻ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പറയുക. സ്തോത്രം പറയുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ഒരു സഭയിൽ വന്നിട്ട്, പ്രത്യേകിച്ച് ഒരാത്മീക കൂട്ടായ്മയിൽ വന്നിട്ട്, ഇപ്പം ആദ്യമായിട്ട് ഒരാളെ നമ്മൾ വിളിച്ചുകൊണ്ട് വരികയാണ്, ഒരു യോഗം നടക്കുന്നുണ്ട്, നിൻ്റെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്, അവിടെ ദേവദാസന്മാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ടൈം ഒരാളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾ അന്തം വിട്ട് ഒരുപക്ഷെ ഇരിക്കുന്നത് തെറ്റല്ല. കാരണം തുടങ്ങിയുള്ളൂ. നമ്മളൊക്കെ ആദ്യം പോയിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. സ്തോത്രം. കുറേ ദിവസത്തേക്ക് ഞാൻ പെട്ടുപോയതുപോലെ ഇരുന്നത്, പിന്നെയാണ് സ്തോത്രമൊക്കെ പറയാൻ തുടങ്ങിയത്. പക്ഷേ 20 കൊല്ലമായിട്ട് യോഗത്തിൽ വന്നിട്ട് ഒരു സ്തോത്രം പോലും പറയാതിരിക്കുന്നവനെ സ്തോത്രം അവരെ സൂക്ഷിച്ചോളണം. പക്ഷെ ഇതിനകത്ത് വേറെ ഒന്നും എനിക്കില്ലെങ്കിലും യോഗം തുടങ്ങുമ്പോൾ സ്തോത്രം പറയാൻ എത്ര പേരെന്ന് പകലക്കാലം ആ കാര്യത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. എൻ്റെ സഭയ്ക്കകത്ത് എനിക്ക് വേറൊരു റോളും വേണ്ട, ഇതിനകത്ത് ആരും എന്നെ നിയോഗിക്കേണ്ട. പക്ഷേ ഞാൻ അവിചാരിതമായി പറഞ്ഞതെന്ന് തോന്നുന്നില്ല. നിന്നെ ദൈവ സ്തോത്രം പറയാൻ ഏൽപ്പിച്ചാൽ, അതങ്ങ് മുറുകെ പിടിച്ചാൽ, സ്വർഗസ്ഥനായ ദൈവം ആ തുടക്കക്കാരെ, ആ സ്തോത്രം പറയുന്നവരെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഒരു യോഗം തുടങ്ങുമ്പോൾ, ഒരു പ്രസംഗം നടക്കുമ്പോൾ, ഒരു പാട്ട് പാടുമ്പോൾ കൂടെ നിന്ന് സ്തോത്രം പറഞ്ഞൊരു സഭയെ സജീവമാക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുറ്റം പറയാൻ, വിമർശിക്കാൻ, ഒത്തില്ലെന്ന് പറയാൻ ഒക്കെ ഒത്തിരി പേര് കാണും. പക്ഷെ സ്തോത്രം പറഞ്ഞതിനെ കയറ്റിക്കൊണ്ടുവരാൻ ചിലരെ ഇന്ന് ഇതിനകത്ത് ദൈവം അഭിഷേകം ചെയ്യട്ടെ. വെറുതെ അല്ല, ഞാനെന്നത് ആത്മാവിൽ പറയാം. നിൻ്റെ ഒരു സ്തോത്രം കേൾക്കുമ്പോൾ തന്നെ അന്തരീക്ഷം മാറണം.
സ്തോത്രം വായി നടന്ന് വീഴുമ്പോൾ തന്നെ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഒരു ബോംബിംഗ് നടത്തുന്നത് പോലെ സ്തോത്രത്തിന് അതിന് ശക്തിയുണ്ട്. രക്തത്താലെ ജയം. അതിന് ചിലരെ ദൈവമായ കർത്താവ് ഇതിനകത്ത് ആക്കി വെക്കട്ടെ. നിയോഗമുണ്ടാകട്ടെ, ആക്കി വെക്കട്ടെ. ഹല്ലേലൂയ. വലിയ കാര്യമായിട്ട് എത്ര പേർക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചുമ്മാ വന്നൊരിക്കലും ഈ സഭയിൽ വന്നു പോകാൻ എനിക്കിടയാകരുത് കർത്താവേ. ഇതിനകത്ത് എന്തെങ്കിലും ഈ ഉപവാസത്തോടുകൂടെ സ്തോത്രം നമ്മൾ കൂടെ പാടുന്നവരാണ്, സ്തോത്രകാഴ്ച ഇടുന്നവരാണ്, പക്ഷെ അതല്ല, ദൈവം എന്നെ നിയോഗിച്ചു എന്നുള്ള ബോധ്യത്തോടെ ആരും പറയാതെ ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൽ കർത്താവിനെ ഇതിനകത്ത് സ്തോത്രം പറയാനാണെങ്കിലും ദൈവം എന്നെ നിയമിച്ചു എന്ന് ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരുണ്ട്? അവിടെ നിന്ന് തുടങ്ങി ബാക്കി ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. രക്തത്താലെ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഉപവാസത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് ഒരുപാട് സ്തോത്രവാക്യങ്ങൾ. ഉപവാസവും ഒരു സ്തോത്ര ഉപദേശത്തെക്കാൾ ഉപരി ഒരു മാതൃകയാണ്. ബൈബിളിനകത്ത് സ്തോത്രം പല കാര്യങ്ങളും ഉപദേശപരമായിട്ടല്ല, മാതൃകപരമായിട്ടുണ്ട്. സ്തോത്രം മാതൃകയായിട്ടുണ്ട്. ഇപ്പോൾ ഉപദേശിച്ചെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളെന്ന് ഒരു ഉപദേശം, അല്ലെ ഉപവസിച്ചെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളെന്ന് ഒരു ഉപദേശമായിട്ട് ബൈബിളിൽ നമ്മൾ ഉപവാസത്തെ കാണുന്നില്ല. ഒരു വാക്യത്തിലാണ്, യോവേൽ പ്രവചനത്തിൽ എവിടെയോ മാത്രമാണ് കാണുന്നത്, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നിങ്ങളൊരു ഉപവാസം നിയമിപ്പീൻ എന്ന് പറയുന്നത്, ഒരു നിയോഗമായി അല്ലെങ്കിൽ ഒരു കമാൻഡിങ് ആയി പറയുന്നത്. ബാക്കിയെല്ലാം അവരവർ തീരുമാനിച്ചതാണ്. ഞാൻ ചില ദിവസം വേറിട്ടിരിക്കുകയാണ്. സ്തോത്രം നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഭാഗധേയത്വമാണ്. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിനകത്ത് ഉപവാസം കൊണ്ട് ജയിച്ച പലരും ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് മറക്കരുത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ജാതി നീങ്ങിപ്പോകയില്ല. ഇത് സ്തോത്രം ശുശ്രൂഷയിൽ പകച്ചു നിന്നവരോട് എങ്ങനെ ജയിക്കാം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ച പാഠമാണ് ജയിക്കണമെങ്കിൽ ഉപവസിച്ചേ പറ്റൂ എന്ന്. സ്തോത്രം. എങ്കിലും കൂടുതൽ നമ്മൾ കാണുന്നത് 40 ദിവസം, 7 ദിവസം, 21 ദിവസം, 3 ദിവസമൊക്കെ ആയിട്ട് മാതൃകാപരമായി കാണുന്ന ഒരുപാട് ഉപവാസങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. സ്തോത്രം. അതിന്നും നിലനിൽക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പല കാര്യങ്ങൾക്കും മാറ്റം വന്നു. സ്തോത്രം. എന്നാൽ മാറ്റം വരാതിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും. സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് മാറ്റം വന്നു, ആചാര്യന്മാർക്ക് മാറ്റം വന്നു, ആചാര്യന്മാരുടെ വസ്ത്രത്തിന് മാറ്റം വന്നു, ആലയത്തിന് മാറ്റം വന്നു. ഇല്ലേ? അല്ലേ? പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആരാധനയ്ക്ക് വരുന്നത് ഇങ്ങനെ വന്നാൽ മതിയായിരുന്നോ? പഴയ നിയമത്തിലാണെങ്കിൽ അല്ല, ഒരു ഊനമില്ലാത്ത മൃഗത്തെ കൊണ്ട് വരണമായിരുന്നു. എവിടെയെങ്കിലും പോകാൻ പറ്റില്ല, നിർണയിക്കപ്പെട്ട സ്ഥലത്ത് ചെല്ലണമായിരുന്നു. നമ്മൾ വന്ന് ചുമ്മാ 4 പേര് കൂടിയാൽ പോരാ, ലേവി ഗോത്രത്തിൽ പിറന്നവനായിരിക്കുന്ന നിയോഗമുള്ളൊരു ശുശ്രൂഷകന്റെ അടുക്ക തന്നെ ചെല്ലണമായിരുന്നു. സ്തോത്രം. അതിന് വ്യവസ്ഥ വേണമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വ്യവസ്ഥ ഇല്ലെന്നല്ല പറയുന്നത്, ആരാധനയ്ക്ക് മാറ്റം വന്നു. ആലയത്തിൻ്റെ രൂപം പഴയ നിയമത്തിലാണെങ്കിൽ ഇതുപോലെയാണ് ആലയം. ഒരു അതിപരിശുദ്ധ സ്ഥലം വേണം, വിശുദ്ധ സ്ഥലം വേണം, പ്രാകാരം വേണം, അങ്ങനെയല്ലേ ആലയം. സ്തോത്രം. അതെല്ലാം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മാറ്റം വന്നു. എന്നാൽ മാറാതെ നിൽക്കുന്ന ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും. അതിൻ്റെ കാരണം അത് അന്നും ഇന്നും ഫലിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, ഉപവാസം ഫലിക്കുന്നതാണ്. ചില വിഷയങ്ങളിൽ അത് ഏറി പിടിക്കാനിടയാകും. ഒരുപാട് മാതൃകാപരമായിരിക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറുകൾ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്തോത്രം ഹല്ലേലൂയ തിരക്കിനിടയിൽ വേദപുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും നിരന്തരമായി ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എസ്തേറിൻ്റെ ഉപവാസത്തെക്കുറിച്ച് ഒത്തിരി സ്തോത്രം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൂതിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിക്കുക. 4-ാം അധ്യായത്തിനകത്ത് ആശങ്കയോടെ ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി, യഹൂദന്മാർക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന വലിയ രേഖയും അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിലെല്ലാം മൊർദെഖായി പേടിച്ചുപോയി. ആശങ്കപ്പെട്ട് പേടിച്ച് അദ്ദേഹം സമനില തെറ്റിയവനെ പോലെ 4-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സംഭവിച്ചതൊക്കെയും കേട്ടപ്പോൾ മൊർദെഖായി 4:1 വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. സ്തോത്രം. കേൾക്കണേ,
വലിയ വിഷയം, ഒരു രാജ്യത്തിൻ്റെ നടുവിൽ നേരിടുന്ന വലിയ വിഷയം. ആ വിഷയത്തെ സ്തോത്രം മൊർദെഖായി അറിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ചതാണ് അവിടെ കാണുന്നത്. സ്തോത്രം. പ്രതികരിക്കുന്നവരുള്ളത് നല്ലതാണ്. അത് യോഗത്തിലാണെങ്കിലും പറയാം. പ്രതികരിക്കാത്ത 100 പേരെയും കൊണ്ട് സഭ നടത്തുന്നത് എന്ത് പാടാന്നറിയാമോ? സ്തോത്രം. ഏത്? ആത്മീയതയോട് പ്രതികരിക്കുന്നത്, ഒരു ദൂതിനോട് പ്രതികരിക്കുന്നത്, ദൈവാത്മാവിനോട് പ്രതികരിക്കുന്നത്, ആത്മസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത്, ദൈവശക്തിയോട് പ്രതികരിക്കുന്നത്, സ്വർഗത്തിന്റെ ഇടപെടലോട് പ്രതികരിക്കുന്നത്. അത് വിശുദ്ധന്മാരുടെ മാതൃകയാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആളുകളിൽ മനസ്സുകൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ ആഗ്രഹിക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ദൈവം ഇടപെടാൻ തുടങ്ങിയാൽ പ്രതികരിക്കാതിരിക്കരുത്. സ്വർഗം ഇടപെടാൻ തുടങ്ങിയാൽ മൗനമായിരിക്കരുത്. നിന്റെ ജീവിതത്തോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ വിഷയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങിയാൽ സ്തോത്രം ഹല്ലേലൂയ മൗനമാകരുത്. അതിനോട് ഏതെങ്കിലും വിധത്തിൽ പ്രതികരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വിഷയത്തോട് പ്രതികരിക്കണം. ചിലരുണ്ട്, ചില വീടുകളുണ്ട്, സ്തോത്രം, എന്തൊക്കെ നടന്നാലും അവർക്കതൊന്നും വിഷയമല്ല. ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും പല സഹോദരങ്ങളും ജീവിതത്തിൽ നേരിട്ട പല വിഷയത്തോടുള്ള പ്രതികരണം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ശരിയാണോ തെറ്റാണോ? ഹല്ലേലൂയ. വീട്ടിലൊരു പ്രശ്നമുണ്ടായി, കുഞ്ഞിനെ വിവാഹം കഴിച്ച് അയച്ചിടത്ത് ചില പ്രതിസന്ധി നേരിട്ടു, ശരീരത്തിനൊരു പ്രശ്നമുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അതിനോടൊന്നും യാതൊരു വിധത്തിലും പ്രതിബദ്ധതയില്ലാതെ ഞാൻ ഇതിനകത്ത് പങ്കാളിയല്ലെന്നോർത്ത് മാറി നിന്നാൽ നമ്മൾ വീട്ടിലിരിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് ആദി പിടിച്ചു, നമ്മളതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരുപക്ഷെ 25, 30, 50 കിലോമീറ്റർ ദൂരമാണെങ്കിലും ആത്മാവിൽ ആരാധിക്കുന്നൊരു കൂട്ടരുണ്ട്, വിഷയം കൈകാര്യം ചെയ്യുന്നൊരു സഭയുണ്ട്, അഭിഷേകമുള്ള ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനോടൊരു പ്രതികരണമാണ്. ഹല്ലേലൂയ. ദൂരത്തുനിന്ന് ഇവിടെ വരുന്നത് കുറച്ചുകൂടെ യോഗം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികം ആളുകൾ ഈ സഭയെ അറിഞ്ഞ്, ഈ ഉപവാസത്തെ അറിഞ്ഞ്, ഇവിടെ നടക്കുന്ന പരിഹാരത്തെ അറിഞ്ഞ്, ദൈവത്തിന്റെ ഇടപെടലുകളെ അറിഞ്ഞ് ഈ പട്ടണത്തിൽ വന്ന് സ്തോത്രം ഹല്ലേലൂയ ഹോട്ടലിലോ റൂമിലോ താമസിച്ചുകൊണ്ട് ദൂരത്തുനിന്ന് വന്ന് ഈ യോഗത്തിന് സഭയോട് ചേർന്ന് ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാകുന്ന ജനങ്ങൾ ഇവിടെ വരും. കാരണം അതൊരു പ്രതികരണമാണ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിലെ തന്നെ പലരും ഇതിനോടൊന്നും പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ ദൂരത്തുനിന്ന് ചിലരെ പ്രതികരിക്കാൻ ദൈവം കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. അതിന് വിടുതലും ദൈവം കൽപ്പിക്കും. മൊർദെഖായി വിഷയത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ അയാൾ പ്രതികരിച്ചതാണ്. വീട്ടിലിരിക്കാൻ പറ്റിയില്ല. അയാൾ എഴുന്നേറ്റ് നേരെ പട്ടണത്തിലേക്ക് ചെന്ന് പട്ടണ നടുവിൽ ചെന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രം വലിച്ചു കീറി മണ്ണ് വാരി മോളിലേക്കിട്ടു. ഒരു ഭ്രാന്തനെ പോലെ പട്ടണ മധ്യത്തിൽ വെച്ച് നെഞ്ചത്തടിച്ച് അലറിക്കരഞ്ഞു. സ്തോത്രം. അങ്ങനെ പ്രതികരിച്ചു ആ മനുഷ്യൻ. എന്നാൽ അതേ വിഷയം കേട്ട എസ്തേർ നേരെ പട്ടണത്തിൽ വന്ന് വസ്ത്രം കീറി തലമുടി വെച്ച് പറിച്ച് ബഹളം വെച്ചായിട്ട് വായിക്കുന്നില്ല. സ്തോത്രം. അതിനോട് പ്രതികരിച്ചത്, അവൾ ഈ കാര്യത്തെക്കുറിച്ച് കേട്ടിട്ട് പ്രതികരിച്ചത് ഒരു വാക്കുകൊണ്ടാണ്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തി വിഷയത്തിലേക്ക് കിടക്കാം. 4:16 വാക്യത്തിൽ വായിക്കുന്നു, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ആ വാക്ക് കണ്ടോ. നിങ്ങളുടെ ഈ പേനയുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ അടിയിൽ മാത്രം വരയിടണം. ഏതിൻ്റെ അടിയിൽ? എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. എസ്തേറിന്റെ കാലത്ത് 3 ദിവസം ഉപവാസം നടന്നെന്നല്ല ആ വാക്ക്. എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ, എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഈ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് ഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ കിടക്കാം കേട്ടോ. സ്തോത്രം. കേൾക്കണേ. സ്തോത്രം. ഇപ്പം ഇവിടെ വിഷയം എസ്തേറിനാണോ? എസ്തേർ ഒരു സുരക്ഷിത താവളത്തിലല്ലേ? എസ്തേറിനൊന്നും നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു അല്ലേ? അവളെ കൊട്ടാര രാജാവിൻ്റെ ഭാര്യയായി അംഗരക്ഷകരുടെ പരിചരണമേറ്റ് മൃഷ്ടാന്ത ഭോജനം കഴിച്ച് രാജകീയ വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിനകത്ത് കഴിയുക. അവക്കല്ലല്ലോ പ്രശ്നം.
പ്രശ്നം ആർക്കാ? മൊർദെഖായിക്കല്ലേ? അയക്കെതിരെയല്ലേ കഴുമരം വന്നിരിക്കുന്നേ? പ്രശ്നം ആർക്കാ? യഹൂദന്മാർക്കല്ലേ? ഇവിടെ യഹൂദ സ്ത്രീയാണ്, പക്ഷെ ഇവിടെ ഐഡന്റിറ്റി കാർഡ് മാറിയില്ലേ, ID മാറിയില്ലേ? ഇവളിപ്പോൾ 127 സംസ്ഥാനം ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യയല്ലേ? അവക്കല്ലല്ലോ വിഷയം. പ്രധാനമായ 5 വിഷയങ്ങളാണ് അവിടെ സ്തോത്രം കാണുന്നത്. പ്രധാനമായ 5 വിഷയം എന്തൊക്കെയാന്ന് പറയാം. ഒന്ന്, 12ാമത്തെ വാക്യത്തിനകത്ത്, ഏതിന്റെ 3ാമത്തെ അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. രേഖ എഴുതിയിരിക്കുന്നു, യഹൂദന്മാർക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു. അതൊരു വിഷയമാണ്. സ്തോത്രം. ഒരു വലിയ നിയമമുണ്ടായിരിക്കുന്നു. പക്ഷേ സ്തോത്രം, നിയമത്തിനെതിരെ അല്ലല്ലോ ഉപവസിച്ചത്. എസ്തേർ പറയുന്നു, ആ നിയമം വെച്ച് ഉപവസിക്കാനല്ല, അതിനു വേണ്ടി ഉപവസിക്കാനല്ല രേഖ എഴുതിയിരിക്കുന്നത്. അത് നിർവീര്യമാകാൻ വേണ്ടി ആ ഒരു കോപ്പി മേടിച്ച് സഭാഹോളിൽ വെച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലല്ലോ എസ്തേർ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യം ഗൗരവത്തോടെ കേൾക്കണം കേട്ടോ. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകാൽ പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഇതൊരു ബാലപാഠം പോലെയോ ഉപവാസത്തെക്കുറിച്ച് നമ്മളൊക്കെ പ്രസംഗം പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം എന്നെ ഈ കാര്യം ഇങ്ങനെ പഠിപ്പിച്ചത് ഒരുപക്ഷെ ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന ജനത്തിനായിരിക്കാം. ഇന്ന് രാവിലെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചൊരു ദൂതും കൊണ്ട് വന്ന ആളല്ല ഞാൻ. ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്നെ കൊണ്ടത് പറ്റുന്നുമില്ല. സ്തോത്രം. പക്ഷെ ഇത് നിരന്തരമായ വചനധ്യാനത്തിനകത്ത് കർത്താവിൻ്റെ ആത്മാവിങ്ങനെ യാത്രയിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും എല്ലാം വാക്കും വചനം തന്നുകൊണ്ടിരിക്കും. അതെവിടെയെങ്കിലും ഇതുപോലെ കടലാസിൽ എവിടെയെങ്കിലും ഞാൻ കുറിച്ചു വയ്ക്കും. ഏതെങ്കിലും കൊണ്ടു നടക്കുന്ന കടലാസിൻ്റെ അറ്റത്ത് എവിടെയെങ്കിലും വന്നിരിക്കുമ്പോൾ ദൈവം എന്നെ ഓർപ്പിക്കും. സ്തോത്രം. ഇന്നേക്ക് 10 ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ ഹൃദയത്തിൽ തന്നെ ആ തീപ്പൊരി ഉണ്ടല്ലോ, അതാണ് ഇവിടെ വേണ്ടതെന്ന്. ഇന്നിവിടെ വന്നിരുന്നപ്പോൾ ദൈവാത്മാവ്, ഞാൻ വീട്ടിൽ നിന്നൊരു പ്രസംഗമൊക്കെ ആയിട്ട് വന്നത്, കാരണം ഞാൻ വന്നത് ഡെലിവറി ചർച്ച, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ലോകം മുഴുവൻ ഓടി നടന്ന് വചന സ്നേഹികളായ ഒരു കൂട്ടം ആളുകളുടെ നടുവിലേക്കാണ് വന്നത്. അതുകൊണ്ട് വെറും കൈയോടല്ല ഞാൻ വന്നത്. ഞാനൊരു പ്രസംഗം എൻ്റെ രീതിയിൽ ഒരു കടലാസിന്റെ കുറിപ്പിനകത്ത് എഴുതിക്കൊണ്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവം എന്നെ ഓർപ്പിച്ചു, കഴിഞ്ഞ ദിവസം നിന്നെ ഞാൻ പഠിപ്പിച്ചത് അത് ഇവർക്കുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പെട്ടെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ പാട്ട് പാടുമ്പോൾ സാധാരണ ഞാൻ ആരാധനയിലും പ്രാർത്ഥനയിലെല്ലാം ജനം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനും എഴുന്നേറ്റ് നിൽക്കാറുള്ളത് എവിടാണെങ്കിലും. പക്ഷെ ഇന്ന് അവിടെ ഇരുന്നത് എഴുതി അത് തപ്പിയെടുത്ത് കുറിച്ച് ഒരു കടലാസിനകത്ത് വെച്ചോണ്ട് ഇവിടെ നിൽക്കുന്നോണ്ട് പറയുക, സ്വർഗം എന്നോട് പറയുന്നു, ഈ പ്രാവശ്യത്തെ ഉപവാസത്തിനകത്ത് സ്വർഗം ചില വ്യക്തികളെ ചാർജ് ചെയ്ത് വിടും. Yes. ഓൺലൈനിൽ ഇരിക്കുന്നവരടക്കമുള്ള ആളുകൾ ആത്മാവിൽ കേട്ടോളണം. കഴിഞ്ഞ 4-5 കൊല്ലമായി നിന്റെ പ്രാർത്ഥന ഡയറിയിൽ നിന്ന് വെട്ടിക്കളയാത്ത ചില പഴയ വിഷയങ്ങൾക്ക് ഇനി അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ച് അതിന്റെ രേഖകൾ ഇവിടെ കൊണ്ടുവച്ച് അത് വെച്ചല്ല ഈ കൊല്ലം പ്രാർത്ഥിക്കുന്നത്. സ്വർഗം ചില കാര്യങ്ങൾ ആത്മാവിൽ നിന്നെ തട്ടി ഉണർത്തി ഓർപ്പിക്കുക. വിഷയം ഞാൻ പറയുകയാണ്, വിഷയം പറയുക, പരിചിതമായിരിക്കുന്ന ഉപവാസ പശ്ചാത്തലത്തിൽ നിന്ന് വിഷയം പറയുക. 1, ഒരു നിയമം ഉണ്ടായിരിക്കുന്നു. 2, ആ വാക്യം തന്നെ തുടരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: കൊന്നുമുടിക്കുക, നശിപ്പിക്കുക. അടുത്ത് എഴുതിക്കുക, അവരുടെ വസ്തുവക. കാണുന്നില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ കാണുന്നില്ലേ? എൻ്റെ കൂടെ വരണം, വായെന്ന് തുറന്ന് മിണ്ടുകയും ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നെങ്കിലേ പ്രസംഗം. ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗത്തെ 2ആയിട്ട് മുറിക്കും. പകുതി ഇപ്പൊ പറയും, ബാക്കി രാത്രി പറയും. നിങ്ങൾക്ക് നഷ്ടം. സ്തോത്രം. ആധാർ മാസമായ 12ാം മാസം 13ാം തീയതി തന്നെ. ഇവിടെ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഈ നിങ്ങൾ മൈക്കിലൂടെ വായിക്കാൻ ഒരാളുള്ളത് നല്ലതാണ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്നറിയാമോ? നമുക്ക് എന്നാണെങ്കിലും പ്രശ്നം പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങ് കൈ ഒഴിയും. അതുകൊണ്ട് വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇവരെ ഒന്ന് മിണ്ടിക്കണം. സ്തോത്രം. നിങ്ങൾ ബൈബിളും കൂടി നോക്കണം, അത് ഹൃദയത്തിൽ കയറണം. ഷാജി പാസ്റ്റർ പറഞ്ഞെന്നല്ല, വചനത്തിൽ കണ്ടെന്ന് പറയണം. അതുകൊണ്ട് കണ്ടുവെക്കണം. ഇത് വചനത്തിൽ കണ്ടാൽ നിങ്ങളുടെ ഹൃദയ
വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വിഷയമാണ് അവരുടെ വസ്തുവക കൊള്ളയടിക്കണം. കണ്ടോ, വസ്തുവക കൊള്ളയടിക്കണം. വസ്തുവക എന്ന് പറഞ്ഞാൽ ഇവരെ നശിപ്പിക്കുക മാത്രമല്ല, ഇവരുടെ വസ്തുവക അന്നത്തെ കാലത്ത് രാജകീയ ഭരണം നടക്കുമ്പോൾ അങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ഇന്ന് ഈ വാക്യത്തിൻ്റെ കാര്യം പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, സ്തോത്രം, ഹല്ലേലൂയ. ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു വല്ലാത്ത രോഗം വന്നാൽ മതി, 30 കൊല്ലം ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശ് മുഴുവൻ ആ രോഗം കൊള്ളയടിച്ചുകൊണ്ട് പോകും. ശരിയാണോ? സ്തോത്രം, ഹല്ലേലൂയ. ആളും പോകും, വസ്തുവക വീട് പോലും പണയം പെടുത്തി ചിലപ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഒരു ശുശ്രൂഷകൻ്റെ സാക്ഷ്യം കേട്ടു. ജസ്റ്റ് ഒരു സാധാരണക്കാരൻ ശുശ്രൂഷകൻ. അദ്ദേഹം സ്തോത്രം ഒരു യോഗത്തിൽ, കൊച്ചൊരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ സ്തോത്രം ക്ഷണിക്കപ്പെടാത്ത അപ്പുറത്തെ വീട്ടിലെ ഒരു സാധാരണ സഹോദരി, അവർ ഈ യോഗത്തിൽ തമ്പേർ കൊട്ടി പാട്ടുപാടി യോഗം നടത്തിയൊരു യോഗമാണ്. ഇതുപോലത്തെ വലിയ മീറ്റിംഗ് അല്ല. ആ മീറ്റിങ്ങിന് അപ്പുറത്ത് തമ്പേറിൻ്റെ ഒച്ച കേട്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ കൈ സ്തോത്രം ഒരു വശം അങ്ങ് സ്റ്റിഫായി പോട്ട്, പാരലൈസ് അല്ല, അനങ്ങാൻ പറ്റാതെയായി. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്തോത്രന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപയാണ്. അവരുടെ പൈസയില്ല, ഭർത്താവില്ല, മക്കളത്ര കാര്യമായി നോക്കുന്നില്ല, വസ്തുവുണ്ട്. അവർ പോയി സ്തോത്രം ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കടം മേടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർക്ക് എന്താ പറയുക ഇല്ലാത്തതുകൊണ്ട് ഈ വസ്തു വെച്ച് ഒരു ബാങ്കിൽ വെച്ച് 2 ലക്ഷം രൂപ കടമെടുത്തു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. അത് കടമെടുത്ത് പിറ്റേ ദിവസം പ്രസിദ്ധമായ ഒരു ആസ്പത്രിയിൽ ഓപ്പറേഷന് വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുന്ന അന്നാണ് ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, പ്രതികരണം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന്. പാട്ടിന്റെ ഒച്ച കേൾക്കുമ്പോൾ, നോട്ടീസ് കാണുമ്പോൾ, ദൈവദാസന്മാർ ഒന്നിച്ച് കാണുമ്പോൾ അതിനോട് പ്രതികരിച്ചാൽ ചിലപ്പോൾ വസ്തുവക കൊള്ളയടിക്കേണ്ടി വരികയെന്ന്. കേൾക്കുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഈ സഭയുടെ സന്ദേശം യൂട്യൂബിലൊക്കെ എപ്പോഴെങ്കിലും കേൾക്കുന്നവർ ഇത് കേൾക്കട്ടെ. ആരെയോ പേടിച്ച് നിങ്ങൾ ഒതുങ്ങിയാൽ നിങ്ങളുടെ വസ്തുവക കൊള്ളയടിച്ച് നിങ്ങളുടെ സമ്പാദ്യം തീർന്ന് അവസാനം നിങ്ങൾ സഭയ്ക്കകത്ത് വരേണ്ട വരികയും ചെയ്യും. അങ്ങനെയാണ് ഇതുവരെയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്നാൽ കൊള്ളയടി തുടങ്ങുമ്പോഴേക്കും ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ, മനസ്സിലായോ? ആദ്യത്തെ സ്കാനിങ് കഴിയുമ്പോൾ, ആദ്യത്തെ ബ്ലഡ് റിപ്പോർട്ട് വരുമ്പോഴേ ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ഇതൊന്നും അല്ല ഇവിടെ പറയേണ്ടത്, പക്ഷേ സ്വർഗത്തിലെ ആത്മാവ് ഈ പകലിലൂടെ പറയുന്നു, ആദ്യത്തെ റിപ്പോർട്ട് വരുമ്പോഴേ നീ ആത്മാവിൽ ശരിക്കും അങ്ങ് പ്രതികരിച്ചോളണം. യോഗത്തിൽ വന്നിരുന്നാ പോരാ, നിന്റെ ബലഹീന ശരീരം കൊണ്ട് നിന്റെ ക്ഷീണം മറന്ന് ആത്മാവിൽ പ്രതികരിക്കുക. സ്വർഗം അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ജനത്തോട് ആത്മാർത്ഥതയോടെ, ഈ യൂട്യൂബിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ശത്രു പ്ലാൻ ചെയ്തിരിക്കുന്ന, അവൻ ഇമേജ് ചെയ്തിരിക്കുന്ന നിന്റെ സമ്പാദ്യം കൊള്ളയടിക്കാൻ ഏതോ കുരുക്കുണ്ടാക്കുന്നത് ഈ പ്രാർത്ഥനയിൽ സ്വർഗം തട്ടിക്കളയും. എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? യേശുവിന്റെ നാമത്തിൽ എന്റെ വീട്ടിൽ നിന്ന്, എന്റെ പേഴ്സിൽ നിന്ന്, എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇന്ന് പകലത്തെ യോഗം നിമിത്തം ഈ ഉപവാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ഒന്നിൽ സ്വർഗ്ഗം ഒരു വലിയ ശത്രുവിന്റെ പ്ലാൻ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക. ഉടയട്ടെ. പ്രതികരിക്കാവുന്നത് എങ്ങനെയാന്ന് പ്രതികരിച്ചോ, എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോ. നിങ്ങൾക്ക് ഈ തറയിൽ നെടുമ്പാട് വീണ് ഇതിനകത്ത് ഉരുണ്ട്, ഇതിനകത്ത് ആത്മാവിൽ ചില രോഗങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, ചില ഹൈക്കോർട്ട് കേസുകൾ, ഹല്ലേലൂയ, ഇതെല്ലാം വന്ന് കയറി നിന്റെ പിള്ളേർ അനുഭവിക്കേണ്ട വസ്തുവകകൾ പണയപ്പെടുത്തിയോ, അത് വിറ്റു ഇല്ലാതാക്കാൻ നോക്കുന്ന ചില വ്യാപാരങ്ങളെ ഈ തുടക്ക സമയത്ത് തന്നെ ദൈവാത്മാവ് ചില കൊള്ളയടികൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് വന്നു കയറിയ ഒരു ഫിനാൻസ്
ഫൈനാൻഷ്യലി കൊള്ളയടിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. ശത്രുവിനെ അനുവദിക്കില്ല. കൃപ ലഭിച്ച ദൈവദാസന്മാർ, ആത്മാവുള്ള കർത്തൃദാസിമാർ ഇതിനകത്ത് ദൈവാത്മാവിൽ പ്രതികരിച്ചോണ്ട് പറ, ഇല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ ദുഷ്ടൻ കൊള്ളയടിക്കാൻ സമ്മതിക്കില്ല. യേശുവിന്റെ നാമത്തിൽ എന്നും ചികിത്സ. ഇന്നത്തെ ഞാൻ വൈദ്യശാസ്ത്രത്തെ കുറ്റം പറയുകയല്ല, പക്ഷെ ഇന്നത്തെ മെഡിക്കേഷനൊക്കെ അറിയാലോ. ഒന്നേന്ന് തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്നറിയാമോ? കൊള്ളയടിക്കാൻ നോക്കുന്ന, ശത്രു കൊള്ളയടിക്കാൻ നോക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ പ്രാർത്ഥനയിൽ വചനം കയറി പിടിക്കുക, വചനം കയറി പിടിക്കുക. സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്യുക. ഇനി അതിന് ചികിത്സയില്ല, ഇനി അതിന് ടെസ്റ്റ് ഇല്ല, ഇനി അത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലെ ജയം പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചിലരിന്ന് ഈ കെട്ടടിച്ചു തരുമ്പോൾ ആ നുകങ്ങ് കുടഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിൽ പറ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. എന്റെ ദൈവം ഞാൻ വീട്ടിലിട്ടിട്ട് പോന്നിരിക്കുന്ന ആളെ ഇവിടെ ആരാധിക്കുമ്പോൾ, ഇവിടെ സ്തുതിക്കുമ്പോൾ സ്വർഗ്ഗം അത് കീറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നിങ്ങളത് ഗൗരവമായിട്ട് എടുത്തെന്ന് ഞാൻ വിചാരിക്കട്ടെ. സ്തോത്രം. ചില വാക്കുകൾ കയറി വരുന്നത് നിങ്ങൾ ചിലർക്കുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് സത്യമല്ലേ? നമ്മൾ സാധാരണ ഒരിടത്ത ചെല്ലുന്നേ, ഒരു 5 ലക്ഷം രൂപ മുടക്കി കഴിയുമ്പോൾ അവർ പറയുന്നത് വേറെ എങ്ങോട്ടും കൊണ്ടുപോയിക്കോളാൻ. ആദ്യം പറഞ്ഞാർന്ന് ഈ പിന്നെ അത് മുടക്കണ്ടായിരുന്നു. അടുത്ത് ചെല്ലുമ്പോൾ ഒന്നേന്ന് തുടങ്ങുക. അപ്പോൾ ഒരു 7.5 പ്രതീക്ഷിച്ചോളണം. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്ന ആസ്പത്രിയല്ല ഞാൻ കുറ്റം പറയുന്നത്, ഇതൊരു കൊള്ളയടിയാ. അതും ആസ്പത്രിയാന്ന് ഞാൻ പറയുന്നില്ല. നീ കണ്ട നന്മ, നിന്റെ മക്കൾ അനുഭവിക്കുന്ന നന്മ നീ കരുതി വച്ചിരിക്കുന്നത്, അതിനെ കൊള്ളയടിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് കൊള്ളയടി അല്ല, അതിന് കൂട്ടു നിൽക്കില്ല. അതിനെതിരായി ദൈവാത്മാവ് ഇടപെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ഉപവാസത്തിൽ കൂട്ട സൗഖ്യം നടക്കട്ടെ, ഭയങ്കര സാക്ഷ്യം ഉണ്ടാകട്ടെ. ഞാൻ ആത്മാവിൽ പറയുന്നു ബിജു പാസ്റ്ററെ, ഇത് കഴിയുമ്പോൾ നോഹയുടെ കാലത്ത് 40 ദിവസം മഴ പെയ്തോളൂ, പക്ഷെ വെള്ളം പൊക്കിക്കൊണ്ടിരുന്നത് പോലെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സാക്ഷ്യങ്ങൾ വന്നോണ്ടിരിക്കും. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. ദൈവം തൊടട്ടെ, ദൈവം തൊടട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ മൗനമായി VIP കളിച്ചിരിക്കരുത്. നിനക്കുള്ള ദൂതാന്ന് തോന്നിയാൽ നീ അതിനെ ആരെ നോക്കരുത്, ആരെ നോക്കരുത്. സ്വർഗം തൊടുകയാ, തീക്കനൽ അയക്കുകയാ, ദൈവപ്രവൃത്തി നടക്കുകയാ, ദൈവം സ്പർശിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വസ്തുവക, നിന്റെ സമ്പാദ്യം കൊള്ളയടിക്കാൻ ദൈവം അനുവദിക്കില്ല. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. മൊർദെഖായി ആയിരുന്നു പ്രധാന ടാർഗറ്റ്. സ്തോത്രം. മൊർദെഖായി ആണ് പ്രധാന, അല്ലേ? മൊർദെഖായിക്കാണ് ഉണ്ടാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തെയാണ് ലക്ഷ്യം വെച്ചത്. ാണ് ഇതിനെല്ലാം മുമ്പിൽ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തതാണ് മൊർദെഖായിയെ ടാർഗറ്റ് ചെയ്ത്. നാലാമത്തത് ഈ 15-ാം വാക്യം തീരുമ്പോൾ എഴുതിയിരിക്കുന്നത്, രാജാവ് ഹാമാന് കുടിപ്പാനിരുന്നു, ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. പട്ടണം കലങ്ങി. സ്തോത്രം. പട്ടണം കലങ്ങി. നമുക്കതൊന്ന് വീട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യാം. നമ്മുടെ പട്ടണമല്ല നമ്മുടെ വിഷയം. സ്തോത്രം. നിന്റെ കുടുംബം കലക്കുന്ന വിഷയം. ഹല്ലേലൂയ. അവർ വല്ലതും ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തില്ല, പക്ഷെ ചിലര് ഒന്നിച്ചു കൂടിയ കുടുംബം കലങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ചിലര് ഒന്നിച്ചിരുന്ന കുടുംബം കലക്കും. ഇന്ന് പകലിൽ ഇതിനെല്ലാം ദൈവം അറുതിയിടുക. ഹല്ലേലൂയ. നിന്റെ കുടുംബം കലക്കാൻ ചിലരൊന്നിച്ചു കൂടുമ്പോൾ
ചിലര് കൈയോട് കൈകോർക്കുമ്പോൾ ഇന്നിവിടെ ആത്മാവിൽ പ്രതികരിക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ, പരിശുദ്ധ ദൈവത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് പറയാം, സ്വർഗ കലക്കത്തിന്റെ ദൈവം കലക്കുന്ന ദൈവമല്ല. കലക്കുന്നവനെ സഭ കലക്കാൻ, കുടുംബം കലക്കാൻ, കൂട്ടായ്മ കലക്കാൻ, ആ യൂണിറ്റിയെ കലക്കാൻ വ്യാപരിക്കുന്ന ശക്തിയെ ഈ പ്രാർത്ഥനയുടെ 4-ാം ദിവസം സ്വർഗം അറസ്റ്റ് ചെയ്തോണ്ടു. നിന്നിലത് വ്യാപരിക്കില്ല. ഇനി ആരിലാണോ അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ആരിലാണോ അത് വേര് പിടിക്കാൻ തുടങ്ങിയത്, അതിന്ന് പകൽക്കാല സഭയെ സ്നേഹിക്കുന്ന കർത്താവ് ഇവിടെ നിന്ന് പറയുന്നു, സ്വർഗം അത് പറിക്കും. ഓ, ദൈവം അത് പറിക്കും, ദൈവം അത് പറിക്കും, ദൈവം അത് പറിക്കും. ആത്മാവിൽ സ്തോത്രം ചെയ്തു. ദൈവം അത് പറിക്കും. നിന്നെ, നിന്റെ ജീവിത പങ്കാളിയെയും, നിന്നെ, നിന്റെ പിള്ളേരെയും, നീ കണ്ണുനീര് സമ്പാദിച്ച നിന്റെ ആത്മീക സന്തതികളെ നിന്നിൽ നിന്ന് അകറ്റാൻ, കലക്കമുണ്ടാക്കാൻ എവിടെ നിന്നാണോ കയറി വരുന്ന പോർവിളികളും പോരാട്ടങ്ങളും അതിന്റെ രേഖ ചമക്കലുകളും, അതിന്ന് ഈ പ്രാർത്ഥന തീരുമ്പോഴല്ല, ഇന്നിവിടെ സ്വർഗം അതിന്റെ വേര് പറിക്കുക. യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധ ദൈവത്തിന്റെ മഹാദയയിൽ, അവിടുത്തെ അത്യന്ത ശക്തിയിൽ, അവിടുത്തെ കൃപയിൽ ഇന്ന് ഞാൻ അമർന്നു നിന്നോണ്ട് പറയുക, ഈ പ്രാർത്ഥന ഞാൻ മെസ്സേജിലേക്ക് കയറിയില്ല. സ്വർഗം എന്റെ കയ്യിൽ തന്നത് നിങ്ങൾക്ക് ഹല്ലേലൂയ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി തരികയാ. അതിനകത്ത് ദൈവം പറയുന്നു, കലക്കുന്ന ജലത്തിനെ പൊളിച്ചോളയും ദൈവം. ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിച്ചേ, പ്രത്യേകം പ്രാർത്ഥിച്ചേ, പ്രത്യേകം കരമടിക്കുന്ന കൂടെ പ്രാർത്ഥിച്ചേ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. ഇത് വളരേണ്ട സഭയാ, ഇത് പട്ടണം കീഴടക്കേണ്ട സഭയാ, ഇത് ദേശത്ത് ഹല്ലേലൂയ സാമാന്യ ശക്തികളെ ഒടുക്കേണ്ട സഭയാ. ഇതിനകത്ത് കലക്കത്തിന് ഒരു സാധ്യതയും ദൈവമായ കർത്താവ് ഉളവാക്കത്തില്ല. അതിന് ദൈവത്തിന്റെ കരം ഇന്നിവിടെ അനുകൂലമായി വരട്ടെ. ഹല്ലേലൂയ. കുടുംബം കലക്കാൻ ശത്രു കയറ്റിവിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വാക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാ. സ്തോത്രം. നമ്മൾ പുതിയൊരു ബൈബിൾ എഴുതിക്കൊണ്ട് അറിയാവുന്ന വാക്കുകൾ ഇതെല്ലാം. പക്ഷെ അതിനകത്ത് നിന്ന് ചില സമയത്ത് കയറി വരുന്ന വാക്കുകൾ, സ്തോത്രം, അത് ദൈവത്തിന്റെ ദൂതാണ്. ഈ വാക്കൊക്കെ നമുക്കറിയാം. നിങ്ങൾ ചിലർ പ്രസംഗിച്ചിട്ടുള്ളതാ, നിങ്ങൾ സഹോദരിമാരെ പ്രസംഗിച്ചുള്ള എസ്തറിനെ. ഈ വാക്യം നിങ്ങൾ ആദ്യമായി കാണുന്നൊന്നുമല്ല. പക്ഷെ ഇന്ന് ഇവിടെ ആ വാക്യത്തെ ദൈവം ഒരു ബോംബാക്കുക, സ്വർഗം ചില കാര്യം ചെയ്യുകയാ. അതുകൊണ്ട് ദൈവം പറയുന്നു, നിന്റെ കുടുംബം കലക്കിയ കൂട്ടുകെട്ടുകൾ, അതിന്റെ പുറകിലെ സകല അജണ്ടകൾ, അതിന് കൈമാറിയ സകല രേഖകൾ, അതിന് കൈമാറിയ സകല പ്രൂഫുകൾ, അത് മുഴുവൻ ഇന്ന് പ്രാർത്ഥിച്ചോ, സ്വർഗം അതിനെ നിർവീര്യമാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ചർച്ചിന്റെ ഉപവാസത്തിൽ സജീവമാകുന്ന ചിലരോട് പറയുന്നു, നിന്റെ കുടുംബം കലക്കിയ ചില ശക്തികളെ നീ അവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെക്കാൾ ശക്തിയോടെ ഒറ്റക്കിരുന്ന ആത്മാവിൽ ഈ ദൂത് കയറി പിടിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ചില വിഷയങ്ങളെ കൂട്ടുകെട്ട് പൊട്ടിക്കുക. ഓ, തികനം തകരം പ്രൗഢം വൈദം തുലരീകന രഗദന വൈഡേ തികനച്ച പൗഡലദാരേ തുരദലദരഗദല അന്തരദലദരി തീരക്ഷമനം പൗഡച്ചാര ചേര ചേര ആരാധിക്കുന്നവരുടെ കൂടെ ചേര തീരം ശവനം പൗഡം ചാരം അസ്താദീക ധീര ധാര ധാര ഉട ധാര ചാര ഉട വൈദ ചാര ഹന്താര
രക്തം 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 ജയം രക്തം ജയം. ഓ കലക്കം വേണ്ട, കലക്കം വേണ്ട. ഒരു കുടുംബത്തിന് കലക്കമുണ്ടാക്കുന്ന ഒരു പിശാചിനെ കേറ്റരുത്. ഹല്ലേലൂയ. കേരളത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങളെ കലക്കിയ പിശാച്, അനേക സഭകളെ കലക്കിയ ഹാമാന്യ ടെൻഡൻസി ഇന്നിവിടെ വെച്ച് തീക്കകത്തിട്ടില്ലാതാകട്ടെ ദൈവം. ഇനി അതിവിടെ പൊങ്ങരുത്, ഇനി അതിവിടെ പൊങ്ങരുത്, ഇനി അതിവിടെ തല ഉയർത്തരുത്. യേശുവിന്റെ നാമത്തിൽ ഒരു നിയോഗത്തോടെ ഞാൻ ഈ പുൽപ്പിറ്റിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, ഇനി അതിവിടെ തല പൊക്കില്ല. അമ്മമാരൊക്കെ പ്രാർത്ഥിക്ക്, സ്തോത്രം ചെയ്യ്. ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തെ കലക്കി നിന്നെ വഴിയാധാരമാക്കി ഈ ഓരോ രാത്രികളും നീ നുറുങ്ങി നുറുങ്ങി നിന്റെ ഇന്നലകളെ ഓർത്ത് നീ നീറുമ്പോൾ സ്വർഗം നീ ഇവിടെ വന്നത് നന്നായി. ഇന്ന് നീ യോഗത്തിന് വരേണ്ടവളല്ല, ഇന്ന് നിന്നെ ദൈവം കൊണ്ടുവന്നതാണ്. സ്വർഗം പറയുന്നു, നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്, നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് നിനക്ക് സംഭവിച്ചത് നിന്റെ തലമുറയ്ക്ക് സംഭവിക്കരുത്. ഒരു 10 സെക്കൻഡെങ്കിലും ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചോ എല്ലാവരും ചേർന്ന്. Glory to Jesus. Hallelujah. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇതൊരു കോടതി ഇടപെടുന്നത് പോലെ സ്വർഗം ചില വിഷയത്തിൽ ഇടപെടുകയാ. ദൈവം ചിലത് കണ്ടുവെച്ചിട്ടാണ് യോഗം വെച്ചത്, ചിലത് നോക്കി വെച്ചിട്ടാണ് നിന്നെ ഇവിടെ വരുത്തിയത്. ഒരുപക്ഷെ നീ ആദ്യമായിട്ടായിരിക്കും ഈ സഭയെ കുറിച്ച് അറിയുന്നത്, ഫസ്റ്റ് ടൈം ആയിരിക്കും നീ സഭയ്ക്കകത്ത് കയറിയത്, നീ ഓൺലൈനിൽ കണ്ടത്. പക്ഷെ ഇത് ദൈവം നിന്നെ പിടിച്ചിരുത്തിയിട്ട് പറയുകയാണ്, സ്വർഗത്തിന് ചില കണക്ക് തീർക്കാനുണ്ട്. ഹല്ലേലൂയ. അതിവിടെ ദൈവം ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 4-5 കൂട്ടം കാര്യങ്ങളാണ് അവിടുത്തെ വിഷയം. ഹല്ലേലൂയ. വിരോധമായി എഴുതിയിരിക്കുന്ന രേഖ, വസ്തുവക കൊള്ളയടിക്കുക, മൊർദെഖായിക്കെതിരെ ടാർഗറ്റ്, പട്ടണം കലക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അടുത്തൊരു വിഷയമുണ്ട്. 4:11 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കാതെ വണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ ആളെ കൊല്ലണം. ഈ നിയമം എസ്തേറിനെയും ബാധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എസ്തേറും രാജാവായിട്ടുള്ള ബന്ധം എന്താ? എസ്തേറും രാജാവുമായിട്ടുള്ള ബന്ധം എന്താ? രാജാവിൻ്റെ രാജ്ഞി എന്നുകൊണ്ട് അവരുടെ ഒഫീഷ്യലാണ്, പ്രജകളുടെ മുമ്പിൽ. ഒരു ഭാര്യയും ഭർത്താവല്ലേ? രാജാവായി പോയതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. അവരെ സംബന്ധിച്ച് അവരുടെ ബന്ധം രാജാവിൻ്റെ രാജ്ഞിയല്ല, അവരുടെ രാജ്യത്തിൻ്റെ രാജാവാണ്, അവരുടെ രാജ്യത്തിൻ്റെ രാജ്ഞിയാണ്. അവർക്ക് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ പിള്ളേരുടെ രാജാവാണോ? മിണ്ടുന്നില്ലല്ലോ. ആണോ?
അല്ല, പിള്ളേരുടെ അപ്പനല്ലേ, പിള്ളേരുടെ അമ്മയല്ലേ. എസ്തേറിനെ സംബന്ധിച്ച് രാജാവാണെങ്കിലും അവരുടെ ഭർത്താവാണ്. ഹാമാൻ ഒരു നിയമം ഉണ്ടാക്കി സീൽ ചെയ്തു. അതിത്രയാണ്, ആരും അറിഞ്ഞില്ല ഇതിൻ്റെ പുറകിലെ തന്ത്രം. ഇത്രയേ ഉള്ളൂ. അയാൾ ആരെയും തൊടാതെ വിദഗ്ധമായ രീതിയിൽ മിടുക്കനായ നിലവാരത്തിൽ അദ്ദേഹം ഒരു രേഖയുണ്ടാക്കി. രാജാവിന് ചില പ്രൈവസി വേണം. അവിടെ 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുക്കലേക്ക് ആരും ചെല്ലരുത് എന്ന് നിയമം ഉണ്ടാക്കിയപ്പോൾ ഭാര്യയെയും അത് ബാധിച്ചു. സ്തോത്രം, ഭാര്യയും ബാധിച്ചു. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുക്ക ചെല്ലണമെങ്കിൽ ഹാമാൻ്റെ നിയമത്തെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അങ്ങനെയുള്ള ഭാര്യമാരാരെങ്കിലും വന്നിട്ടുണ്ടോ? വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയല്ല. സ്തോത്രം. ദൈവാടിയിരിക്കുന്നിട്ട് അങ്ങനെയാണ്. എൻ്റെ പൊന്നു വാസറേ, 30 കൊല്ലമായിട്ട് എനിക്കും ഉണ്ട് ഒരാളിതുപോലെ. പക്ഷേ എനിക്ക് അങ്ങനെ കാണണമെങ്കിൽ ആദ്യം അമ്മയെ കാണണം, എന്നിട്ടേ പുള്ളിയെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണോ? നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? സ്തോത്രം. പക്ഷെ അങ്ങനെയുള്ള വീടുകളുണ്ട്, ഇപ്പോഴും അങ്ങനെയുള്ള വീടുകളുണ്ട്. മക്കൾ 2 പേരുണ്ടായി, എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ ഇപ്പോഴും നിയമം എങ്ങനെയുണ്ട്? സ്തോത്രം. അവർ തമ്മിലൊന്ന് ഹൃദയം തുറക്കണമെങ്കിൽ, അവർ തമ്മിലൊരു കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ വേറെ ചിലരുടെ അനുവാദം വേണം, അവരുടെ രേഖ വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്തോ കഷ്ടമാണെന്ന് പറ, ഇതൊക്കെ എന്തോ നീചമാണെന്ന് പറ. സ്തോത്രം. നിയമം കൊണ്ട് ബന്ധങ്ങളെ അകറ്റുക. ഏറ്റവും അടുത്ത് അദ്ദേഹം ഇരിക്കുന്ന മുറിക്കകത്തോ, അദ്ദേഹം ഇരിക്കുന്ന കട്ടിലയിലോ, അദ്ദേഹം ഇരിക്കുന്ന കസേരക്കട്ടിലോ എവിടെയും ഇരിക്കുക. നിങ്ങളുടെ ചില പ്രൈവറ്റായിട്ട് പറയുക കേട്ടോ. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ സഭ്യമായത മാത്രം മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കാൻ ഇതിനൊക്കെ അവകാശപ്പെട്ട ആളല്ലേ അവൾ. ഇങ്ങനൊരു നിബന്ധനയായിരുന്നെങ്കിൽ മൊർദെഖായിയെ കണ്ടായിരുന്നെങ്കിൽ എസ്തേർ പറഞ്ഞേനെ, എൻ്റെ മുന്നേട്ടാ സ്തോത്രം, ഏതെങ്കിലും കൂലിവേലക്കാരൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിട്ടോ മതിയായിരുന്നു, ഇങ്ങേരുടെ കൂടെ വേണ്ടായിരുന്നു. ഇല്ല, രാജാവാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച ഇപ്പോൾ സ്തോത്രം ഈ നിലവാരം. എത്രയോ പേര് ഈ എറണാകുളം പട്ടണത്തിൽ കാണുമെന്നറിയാമോ? നിയമം കൊണ്ട് ബന്ധങ്ങളെ തടയുന്ന ഹാമാന്മാർ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പട്ടണത്തിനൊരു സ്വാതന്ത്ര്യമായിരിക്കണം. സഭയല്ലേ ഉപവസിക്കുന്നേ? സ്തോത്രം. യേശു നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ ചിന്തയിലോ ഇത് ഈ ഓൺലൈനിലോ എവിടെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൊച്ചി പട്ടണത്തിലുണ്ടെങ്കിൽ, ഈ ഹല്ലേലൂയ മഹാനഗരത്തിലുണ്ടെങ്കിൽ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നാളെ അവരെ പ്രാർത്ഥിച്ചത് ആരാണോ, വേദപുസ്തകത്തിന്റെ പോളിസി അതാണ്. നെഹമ്യാവാണ് കരഞ്ഞത്, അവന് കൊടുത്തു മതിലുമണി എന്നതുപോലെ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇവിടെ ആരെങ്കിലും ആത്മഹത്യയുടെ മുനമ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ, ജീവിതം മടുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, വലിയ ബംഗ്ലാവിലോ വലിയ ഫ്ലാറ്റിലോ വലിയ നക്ഷത്രം വെച്ച കാറിലായിരിക്കും യാത്ര ചെയ്യുന്നത്. പക്ഷെ ഈ പ്രവണതയുണ്ടെങ്കിൽ സഭ അതിനെ പ്രാർത്ഥിച്ച് പൊട്ടിക്കട്ടെ. നാളെ അവരെ സഭയ്ക്ക് കിട്ടട്ടെ. ഹല്ലേലൂയ. ഈ 5 കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തെ ചകഞ്ഞെടുത്ത് പഠിക്കുകയാണെങ്കിൽ 5 വിഷയങ്ങളാണ് അവിടുത്തെ പ്രധാന വിഷയം. പക്ഷേ ഉപവാസം നിശ്ചയിച്ചപ്പോൾ ഒരു 250 കോപ്പി 5 വിഷയങ്ങൾ പ്രിന്റ് ചെയ്ത് കൊണ്ടെന്നോ? എൻ്റെ ദൈവമേ, എനിക്ക് ഇരിക്കാൻ തോന്നുന്നു. കൊണ്ടെന്നോ? 5 വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. ആ 5 വിഷയങ്ങൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഓരോ കോപ്പി മേടിച്ചേ എന്ന് എസ്തേർ പറഞ്ഞു. ഞാൻ അതിനൊന്നും അല്ല, ഈ ഇന്നത്തെ ഈ പ്രാർത്ഥന എൻ്റെ തന്നുവിട്ടിരിക്കുന്ന ദൂതായി പറയുന്നേ. നാളത്തെ ദൂത് എന്നാന്ന് എനിക്കറിയാല. പക്ഷെ ഇന്ന് ദൈവം എന്നോട് പറയുന്നു ഈ 5 കാര്യങ്ങളാണ് വിഷയം. നിങ്ങളുടെ കയ്യിലും കാണാൻ 5 കാര്യം. സ്തോത്രം. നിങ്ങളുടെ അയൽക്കത്തെ ആളുകൾ നിങ്ങൾക്ക് വഴി തരുന്നില്ല, ഒരു വിഷയമാണ്. അതിനകത്ത് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് സ്വർഗ്ഗം ഈ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ എസ്തേർ പറഞ്ഞു 5 50 വിഷയം ഇരിക്കട്ടെ, ഇതെല്ലാം കൂടി എഴുതി വെച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല, നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
അതിനർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് അതിന് ഒരുത്തനെ അങ്ങ് നിയോഗിക്കുക, ഒരുത്തനെ അങ്ങ് അഭിഷേകം ചെയ്യുക. വേദപുസ്തകത്തിൽ മുഴുവൻ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ഫറവോൻ ഭയങ്കരനാണ്, അദ്ദേഹം ദാക്ഷ്യക്കാരനാണ്, അഹങ്കാരിയാണ്, അടിമത്തം ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനൊന്നും ഒറ്റ ആളെ ദൈവം അങ്ങ് നിയമിച്ചു, അവനെ അങ്ങ് അനുഗ്രഹിച്ച് കയറ്റിവിട്ടു, അവനെ അങ്ങ് അഭിഷേകം ചെയ്ത് കയറ്റിവിട്ടു, അവനെ അധികാരപ്പെടുത്തി. ഇനി അവിടുത്തെ മേലിലെ കൊമ്പ് മുതൽ വേര് വരെ എന്തൊക്കെ വേണോ ഇത് മുഴുവൻ ഈ ഒരുത്തനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. മന്ത്രവാദിയുടെ വടി വിഴുങ്ങണോ, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഒരാൾ തിരുവല്ലേന്ന് വരണ്ട. സ്തോത്രം. അതിനൊരുത്തനെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാകുന്നു? ഇതിന്റെ മുമ്പിൽ ജനത്തിന് പോകാൻ കടൽ പിളരണോ, അതിന് പ്രത്യേകിച്ച് ഒരാളെ വേറെ എങ്ങും കൊണ്ടുവരണ്ട. ഇതെല്ലാം കൂടി ചെയ്ത് ജനത്തെ പിടിച്ച് ഇക്കര കയറ്റാൻ ഒരുത്തനെ ദൈവം അങ്ങ് അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ദൈവം പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ മുഴുവൻ വിഷയത്തിന് സ്വർഗം നിങ്ങളുടെ വീട്ടിൽ ഒരാളെ അങ്ങ് നിയമിക്കുക. ഹല്ലേലൂയ. എസ്തേർ പറയുന്നു, ഞാൻ കൈയൊഴിയാന്നല്ല. ഹല്ലേലൂയ. ഞാൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നല്ല, ഞാൻ മാറിപ്പോകുക എന്നല്ല. പിന്നെ എന്താ പറയുന്നത്? നിങ്ങളെല്ലാരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാണെന്നറിയാമോ? ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. 1000 വിഷയം ഉണ്ടെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ സ്വർഗം ഇന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഈ പ്രാർത്ഥന വെച്ചിരിക്കുക. ഞാൻ പറയുന്ന വാക്കുകളെ വളച്ചൊടിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നോ അല്ല. നിങ്ങൾ ചെറുക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടായിരിക്കാം, തെറ്റിദ്ധരിക്കരുത്. നിനക്ക് വേണ്ടിയാ യോഗം വെച്ചിരിക്കുന്നേ, നിന്റെ ശത്രുവിന് വേണ്ടിയല്ല, കഴുമരത്തിന് വേണ്ടിയല്ല, ഹാമാന് വേണ്ടിയല്ല, ആരോ എഴുതി സീൽ ചെയ്ത ആ കടലാസിന് വേണ്ടിയല്ല. പിന്നെയോ നിനക്ക് വേണ്ടിയാ യോഗം വെച്ചത്. അല്ലയോ പാസ്റ്ററെ, ഈ യോഗം നിനക്ക് വേണ്ടിയാ. നീ കരുത്തനായാൽ, നീ ബലപ്പെട്ടാൽ, നീ ശക്തി ധരിച്ചാൽ, നീ ഒരു വിൽ പവർ ഉള്ളവനായാൽ, നീ നേരെ നിൽക്കാൻ ത്രാണിയുള്ളവനായാൽ, നിനക്ക് തന്റെ ഇടത്തോടെ രാജാവിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ അധികാരമുള്ളവനായാൽ പ്രശ്നം തീരും. നിന്നെ ശക്തനാക്കി വിട്ടാൽ ഈ 21 ദിവസം കൊണ്ട് ഇവിടെ നിരന്തരമായി പ്രാർത്ഥനയ്ക്ക് വരുന്ന ചില സഹോദരങ്ങളെ, ചില സഹോദരിമാരെ നിങ്ങളെ ചാർജ് ചെയ്ത് വിട്ടാൽ നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കുന്ന സകല സാമാന്യ വ്യാപാരങ്ങളും ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വർഗം ചാർജ് ചെയ്താൽ, നിനക്കൊരു നിയമനം തന്നാൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നിയോഗിക്കപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലായാൽ പ്രാർത്ഥന ചോദിച്ചു വാങ്ങിച്ച എസ്തേർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. സ്തോത്രം. 3 ദിവസക്കാലം ഞാൻ ബൈബിൾ വെച്ച് പറയുന്നു, അവരുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു, അവരെന്തൊക്കെ പ്രാർത്ഥിച്ചു ഒന്നും എനിക്കറിയില്ല. സ്തോത്രം. യഹൂദന്മാർ മുഴുവൻ 127 സംസ്ഥാനങ്ങളിലെ മുഴുവൻ യഹൂദന്മാർ പ്രാർത്ഥിച്ചില്ലേ പാസ്റ്ററേ? ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെ വിഷയം പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ബൈബിള് വളച്ചു കെട്ടാതെ കണ്ട വാക്യം കൊണ്ട് പറയുന്നേ ഉള്ളൂ. ഈ വാക്യം വെച്ച് അതനുസരിച്ചിട്ടാണ് മൊർദെഖായി സ്തോത്രം ഹല്ലേലൂയ ഓരോ ജനത്തെ അറിയിച്ചതെങ്കിൽ എല്ലാവരും കൂടി 3 ദിവസം പ്രാർത്ഥിക്കുക, കർത്താവേ എസ്തേറിനെ അതിനു വേണ്ടി ഉപയോഗിക്കണേ. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഡേറ്റ് കുറിച്ചിരിക്കുക, ഇത്രാം തീയതി ഞങ്ങൾ ഇല്ലാതെയായി തീരുക. ഇതിന് വിരുദ്ധമായി സ്തോത്രം ഹല്ലേലൂയ ദൈവമേ നിന്റെ ദാസിയെ ഉപയോഗിക്കണേ, അവളെ ബലപ്പെടുത്തണേ, എന്താ ചെയ്യേണ്ടതെന്ന് ജ്ഞാനം കൊടുക്കണേ, അതിൻ്റെ അഭിഷേകം കൊടുക്കണേ, അതിൻ്റെ വാക്ക് കൊടുക്കണേ, അതിൻ്റെ ശക്തി കൊടുക്കണേ. 3 ദിവസക്കാലത്തെ 4 വശത്തു നിന്നുള്ള പ്രാർത്ഥന മുഴുവൻ ഇവക്ക് വേണ്ടി ദൈവസന്നിധിയിലെത്തി.
ഹല്ലേലൂയ. ഇവക്ക് വേണ്ടി ദൈവസന്നിധിയിലെത്തി. 3 ദിവസം ആർക്കാണ്ടർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചെന്നല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ദിവസങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മൊത്തം സ്തോത്രം ഹല്ലേലൂയ 7 ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടിയിട്ടും 200 ചില്ലാൻ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ദിവസം ചുമ്മാ ഇരിക്കുമല്ലോ, അങ്ങ് പ്രാർത്ഥിച്ചു. പക്ഷെ ഈ 21 ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഒരു അഭിഷിക്തനാണ്, നീ വിളിയുള്ളവനാണ്. നീ ഈ സ്ഥാനത്ത് വന്നത് വെറുതെ അല്ല, നീ ഈ സഭയിൽ വന്നത് വെറുതെ അല്ല. പലരും കൊതിച്ചിട്ട് കയറാൻ പറ്റാത്ത ഈ കസേരയില് ഹല്ലേലൂയ ഞങ്ങളോടൊക്കെ എത്രയോ ദൈവമക്കൾ കരഞ്ഞു പറയുന്നുണ്ടെന്നറിയോ? ഈ ഓൺലൈനിൽ ഇത് കാണുമ്പോൾ ഒരു ദിവസമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കൊതിക്കുന്നുണ്ടെന്ന് പറയുന്ന സമ്പന്ന കുടുംബത്തിലെ പലരും ഉള്ളപ്പോൾ ഈ നാട്ടിൽ വണ്ടിക്കൂലിക്ക് കാശില്ലാത്ത നീ ഈ സഭയിലെ മുൻനിരക്കാരനാ. ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. നീ രാജാവിന്റെ രാജ്ഞിയാണോ? നിന്റെ സിംഹാസനം രാജാവിന്റെ അടുക്കലാണോ എന്നുള്ളതല്ല, ക്രിസ്തുവിന്റെ സഭയുടെ മുൻനിരക്കാരനാകാൻ, വിശുദ്ധന്മാരുടെ പന്തിയിലിരിക്കാൻ എൻ്റെ ദൈവം നിനക്കൊരു ഒരു പദവി തന്നു. ഈ പദവിയെ പ്രാർത്ഥിച്ച് നീ സ്തോത്രം ഹല്ലേലൂയ അങ്ങ് ശക്തീകരിക്കണം. ഇവിടെ നീ വന്നത് സ്തോത്രം രാജാവിന്റെ ഭാര്യയായിരിക്കാൻ, അദ്ദേഹത്തിന് 3 മക്കളെ വളർത്തി കൊടുക്കാനോ അടുത്ത സിംഹാസനത്തിൽ ഇരുത്താൻ ഒരുവനെ വാഴിക്കാനല്ല. ഇതിന്റെ പുറകെ ഉദ്ദേശമുണ്ട്. ചിലരുടെ വിടുതലുണ്ട്, ചിലരുടെ കഴിമരം നീങ്ങലുണ്ട്, ചിലരുടെ ഉയർച്ചയുണ്ട്, ചിലരുടെ പ്രമോഷൻ ഉണ്ട്. എത്ര പേർ സ്തോത്രത്തോടെ പറയും, ഞാൻ സഭയിൽ വന്നത് എന്റെ ചൊറിയും ചുണങ്ങും മാറാൻ മാത്രമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില ഗൗരവമാകുക, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, തുടക്കക്കാരായ എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള യോഗത്തിലൊക്കെ ഒരു പക്ഷേ ഈ അടുത്ത ഇടയ്ക്ക് പങ്കെടുക്കുന്നവർ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ പറയുന്നത് എന്താണെന്ന് തോന്നിയേക്കാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം ഈ ദിവസങ്ങളിൽ ചാർജ് ചെയ്യുക. അവരോട് ദൈവം പറയുക, നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്, ഹല്ലേലൂയ നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് നിനക്കൊരു കല്യാണം നടക്കാനല്ല, നിനക്ക് 2 മക്കൾ ജനിക്കാനല്ല, നിന്റെ കടം മാറാനല്ല. നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് ചിലരുടെ കഴിമരം നീക്കാനാ, ചിലരെ ഉയർത്തിക്കൊണ്ടുവരാനാ, ചില മരണവിധികളെ മാറ്റാനാ. ഒരു ശുശ്രൂഷയുടെ ഇമ്പാർട്ടേഷനും കൂടെ ഞാൻ ഈ പറയുന്ന വാക്കിലൂടെ സ്തോത്രം ഹല്ലേലൂയ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഇതിനകത്ത് നീ മുൻനിരക്കാരനോ പിൻനിരക്കാരനോ അതൊന്നും തോന്നരുത്. ഹല്ലേലൂയ നിന്നെ ഈ സഭയിൽ ദൈവമായ കർത്താവ് കയറ്റി നിർത്തിയത്, നിനക്കൊരു പദവി തന്നത് വെറുതെ അല്ല. ഹല്ലേലൂയ. അതിന് ആ വെളിപ്പാടുണ്ടെങ്കിൽ നീ പ്രാർത്ഥന ചോദിച്ചു വാങ്ങിക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. എല്ലാ ഉപവാസത്തിലും കൊച്ചിന്റെ അഡ്മിഷൻ മാത്രം പ്രാർത്ഥിച്ചിരുന്നാൽ അതും നടക്കുകയല്ല, നീയും മടുക്കും. പക്ഷെ നീ ചാർജ് ആയാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കേട്ടോളാം ബാക്കി വാക്യത്തിൽ നിന്ന്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ സ്ഥാനത്തിന്റെ മഹിമ നീ മനസ്സിലാക്കിയാൽ, നിന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാന്ന് ബോധ്യപ്പെട്ടാൽ, പിന്നെ വിഷയമല്ലാതാകുന്നു. ഞാനൊരു കാര്യം ഓർക്ക ബിജു പാസ്, എനിക്ക് തോന്നുന്നു സ്തോത്രം, എനിക്ക് വയനാട്ടിലേക്ക് എവിടേക്കോ അധികം കാറിൽ യാത്ര ചെയ്യല്ല. ഒരു പ്രാവശ്യം ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഏതോ വഴി കൂടെ പോവുക, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അന്നേരം ഭയങ്കര ഒരു ഹോർഡിങ്സ്, ഒരു ഫ്ലെക്സിൻ്റെ ഭയങ്കര ഒരു ആസ്പത്രിക്കാരുടെ പരസ്യം കണ്ടു. ചെറിയൊരു ബ്ലോക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. സ്പീഡിലാണെങ്കിൽ അത്രയും വായിക്കാൻ പറ്റിയല്ല, നിങ്ങളും കേൾക്കണം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കെട്ടിടത്തിന് മുകളിൽ 2 കാല് ഭയങ്കരമായിരിക്കുന്ന ഹോർഡിങ്സ്, അതിനകത്ത് ആസ്പത്രിയുടെ പരസ്യമാണ്. എന്നാൽ ഒറ്റ വാചകം എഴുതിയിരിക്കുന്ന ആസ്പത്രിക്കാർ എന്നാന്നറിയാമോ? ഞങ്ങൾ രോഗത്തെ ചികിത്സിക്കില്ല, രോഗിയെ ചികിത്സിക്കുള്ളൂ.
മനസ്സിലായില്ല. 2 മിനിറ്റ് ഞാൻ സമയം തരാം, ചിന്തിക്കാൻ. ഞാൻ വെള്ളം കുടിക്കപ്പോഴത്തേക്കും. ആസ്പത്രിക്കാരൻ്റെ പരസ്യവാചകം ഉണ്ടാക്കാൻ വിവരമുള്ളവനാ. അവൻ എഴുതി വെച്ചിരിക്കുക, ഞങ്ങൾ രോഗത്തെ ചികിത്സിക്കില്ല, രോഗിയെ ചികിത്സിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? രോഗി ഓക്കെ ആയാൽ രോഗം പൊക്കോളും. രോഗത്തെ ചികിത്സിച്ചുകൊണ്ട് നടന്നാൽ കുറേ നാൾ ആയുർവേദത്തിൽ പോകണം, അത് കഴിഞ്ഞ് അലോപ്പതി പോകണം, പിന്നെ ശ്രീചിത്രയിൽ പോകണം. ഇനി ആസ്പത്രിക്കാരുടെ പേര് പറഞ്ഞാൽ അവരോട് കണക്കൊന്നറിയില്ല, ശ്രോത്രം. അങ്ങനെ ഓരോടത്തും പോകണം. പക്ഷെ രോഗി ഓക്കെ ആയാൽ രോഗം അടുക്കിയാല. ഹല്ലേലൂയ. ആസ്പത്രിക്കാരൻ എഴുതിയത് കൊണ്ട് നമ്മളിനി എഴുതിയ കോപ്പി ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ അടിച്ചെടുത്തേനെ അവന്. കാരണം എന്താ, വാസ്തവത്തിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? അവർ പറഞ്ഞതാ. നമ്മൾ ഈ കെട്ടിനെയും പൂട്ടിനെയും ചികിത്സിച്ചുകൊണ്ടിരിക്കുക കുറേ കൊല്ലായി. അയ്യോ, എന്നെ കൊല്ലാനാണോ അതെയോ മനസ്സിലായിട്ടാണോ എന്നറിയാല. നമ്മളെല്ലാ ഉപവാസവും മറ്റവൻ ആഭിചാരം ചെയ്ത് ഇവൻ കൈവശം കൊടുത്ത് ഇതിനു വേണ്ടി പിടിച്ചോണ്ടിരിക്കുക. ആയുഷ്കാലം മുഴുവൻ ഉപവസിച്ചാലും ഇതിൻ്റെ പുറകെ സ്തോത്രം. ഹല്ലേലൂയ. മിക്കി മൗസിൻ്റെ കാർട്ടൂൺ പോലെ ഒരിക്കലും ഈ ഓട്ടം നിൽക്കുകയല്ല. ഏത് എപ്പിസോഡ് വന്നാലും പൂച്ച എലിയുടെ പുറകെ ഓടുക. ഏത് ഇവിടെ ഇല്ല. ഇന്ന് അത് ദൈവം പൊളിക്കുക. ഇവിടെ ഇന്ന് വ്യക്തികളെ ചികിത്സിക്കുക, നിന്നെ ഒരു അധികാരിയാക്കുക, നിന്നെ ഒരു അഭിഷേകത്തിൽ നിറയ്ക്കുക. നിന്റെ പദവിയെ നീ പോലും അറിയാതെ, നീ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാതെ, നീ ഉപവസിക്കാതെ, നീ പ്രാർത്ഥിക്കാതെ സ്വർഗം നിന്നെ ഈ പദവി കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മണവാട്ടി പദത്തിലേക്ക്, സഭയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ പദവിയിലേക്ക്, ഒരു വിശുദ്ധന്റെ പദവിയിലേക്ക് നീ പോലും അറിയാതെ ദൈവം നിന്നെ കൊണ്ടുവന്നില്ലേ? ഇനി നീ ഉപവസിക്കണം. കാരണം ഈ പദവിയെ ചാർജ് ചെയ്യണം. ഇവിടെ ഇരുന്ന് ഉമ്മ കസേര ഓടിക്കരുത്. ഏത് ഹല്ലേലൂയ മെനക്കെട്ട് ഇതിനകത്ത് വന്നിട്ട് ആ വെളിപ്പാട് പ്രാപിച്ചു. എന്നെ ഭാഗ്യവശാൽ ഇതിനകത്ത് ദൈവം കയറ്റി. എനിക്കൊരു ഇൻഫ്ലുവൻസ് മേഖലയിൽ വരാൻ പറ്റി. എവിടെ? സ്വർഗസിംഹാസനത്തെ തൊടുന്ന ദൈവം ഇറങ്ങി വരുന്ന സദസ്സിനകത്ത് എനിക്ക് കയറാൻ പറ്റിയില്ലേ? അതല്ല സഭ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡെലിവറി സർജനെ കുറിച്ച്? എല്ലാ ഞായറാഴ്ചയും ബിജു പാസ്റ്റർ നേതൃത്വത്തിൽ 4 പേരിൽ നിന്ന് പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വേദിയിൽ വന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊക്കെ അവിടെ നടക്കും. പക്ഷേ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന് എവിടെയോ ഒരു വാക്യം ഞാൻ വായിച്ചത്, എന്റെ ഓർമ്മയിൽ വരുന്ന വാക്യം ഇതാണ്: അവൻ തന്റെ അരമനയിൽ ഒരു ദുർഗമായി വെളിപ്പെടുന്നു എന്ന്. ഏതാ ദൈവത്തിന്റെ അരമന? ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവദാസന്മാരോടും വചനം പഠിക്കുന്നവരോടും പറയാം, അങ്ങനെ ഒരു വാക്ക് കണ്ടാൽ നമ്മൾ വിടരുത്, അസ്വസ്ഥനാകണം. എവിടാ ദൈവത്തിന്റെ അരമന? ദൈവം പറയുന്നു സ്വർഗത്തിൽ ദൈവം അവിടെ ഉണ്ടല്ലോ, അവിടെ പിന്നെ വെളിപ്പെടേണ്ട കാര്യമില്ല. അവിടെ ഉണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് വെളിപ്പെടുകയല്ല, അവിടെ ഉണ്ടാൾ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുക, അവൻ തൻ്റെ അരമനയിൽ ഒരു ദുർഗമായി വെളിപ്പെടും. ഭൂമിയിലെ ദൈവത്തിന്റെ അരമനയാണ് ദൈവത്തിന്റെ സഭ. ഈ കെട്ടിടമല്ല, ദൈവത്തിന്റെ സഭ. ജീവനുള്ള കല്ലുകളെ വെച്ച് ചേർത്ത് പണിത ആത്മീക ഗ്രഹമെന്ന് വേദപുസ്തകം വിളിക്കുന്ന അത് ദൈവത്തിന്റെ അരമനയാണ്. രാവിലെ 10 മണിക്ക് ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് കൂടി അപ്പനെ പ്രതീക്ഷിച്ച് ആത്മാവിൽ ആരാധിച്ച് സ്തോത്രം ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനോട് പ്രതികരിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം നിന്നിടത്ത് നിന്ന് ഞെട്ടി പുൽപ്പറ്റിൽ നിന്ന് മാറി നിന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ ഇറങ്ങിയത് എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുൽപ്പറ്റിൽ നിന്ന് മാറി നിന്ന് തരാം, അങ്ങടപട.
അങ്ങ് പകലിൽ ദൈവം എന്റെ കൊണ്ടെന്ന പ്രസംഗം പ്രസംഗിപ്പിക്കുമെന്ന് അറിയേല. പക്ഷെ ദൈവാത്മാവ് ആ പഴയ സൺഡേ സ്കൂൾ സ്റ്റോറിയിലൂടെ നിങ്ങൾ ചിലരെ നിങ്ങളുടെ കഷ്ടം തീർക്കാൻ, നിങ്ങൾക്കെതിരെയുള്ള കഴിമരം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഒടിക്കാൻ നിങ്ങൾക്കെതിരെ എഴുതിയ നിങ്ങളുടെ നന്മ കൊള്ളയിടുന്ന ഇത് നിൽക്കണമെങ്കിൽ അടുത്തൊരു ഉപവാസം അടുത്ത സ്റ്റേഡിയം എടുത്ത് വെച്ചത് കൊണ്ടായില്ല. അതൊക്കെ വേറെ പരിപാടിക്ക് നമുക്ക് ചെയ്യാം. പക്ഷെ ഈ പ്രാർത്ഥനയിൽ ചിലര് നിങ്ങളുടെ ആ വാക്ക് എന്നെ വായിൽ വരുന്നത്, നിങ്ങളുടെ പദവിയെ അങ്ങ് ചാർജ് ചെയ്യണം, അതിനെ അങ്ങ് ടോപ്പപ്പ് ചെയ്യണം. നീ പോലും അറിയാതെ നിന്നെ ദൈവം ഇത്ര നല്ലൊരു സ്ഥാനത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ലോകത്തിലെ ഉന്നതന്മാരുടെ സെക്രട്ടറി ആയിട്ടോ ഒക്കെ വലിയ വലിയ പദവികൾ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, ക്രിസ്തുവിന്റെ മണവാട്ടി പദവി, ആ ബോധ്യം കിട്ടിയ ദൈവമക്കൾ മറ്റെന്തിനേക്കാൾ ഞാനൊരു പദവിയിലാണ് ഇരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാനൊരു പദവിയിലാണ് ഇരിക്കുന്നത്. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാനിവിടെ അടിമയല്ല, ഞാൻ ജനിച്ചത് ദരിദ്ര കുടുംബത്തിലാ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം പൊളിഞ്ഞവനാ. പക്ഷെ മഹാദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്ന് അവൻ്റെ എസ്തേറിനെ അന്നത്തെ കാലത്ത് കൊട്ടാരത്തിനകത്ത് ഇരുത്തിയതുപോലെ അവൻ്റെ അരമനയിൽ എന്നെ ദൈവം ഇരുത്തി. ഇടയ്ക്ക് അവൻ വെളിപ്പെടും. അവിടെയാ നിന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. 45 കൊല്ലം മൂക്കിൽ ശ്വാസമുള്ള കാലത്ത്, തലച്ചോറിന് പവറുള്ള കാലത്ത് ഭരിക്കാൻ കസേരയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായ രാജാവിൻ്റെ അടുക്കലല്ല, മരണത്തെ ജയിച്ചവന്റെ മണവാട്ടിയായി എൻ്റെ ദൈവം നിന്നെ കൊണ്ടുവന്നിരുത്തി. ഇവിടെ എന്താ പ്രശ്നം? ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എസ്തേറേ, നിനക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ഈ പ്രാർത്ഥന ഞാൻ ദൈവദാസന്മാരോട് പറയാം, നിങ്ങൾ ഈ വാക്ക് പ്രവചനത്തെക്കാൾ ഷാർപ്പായിട്ട് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കണ്ടാൽ ചോദിക്കായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. കാരണം അദ്ദേഹം പ്രാർത്ഥന ചോദിച്ചു വാങ്ങിച്ച ഒരാളാണ്. ആ പദവിയെ സ്ട്രോങ് ആക്കണം. നിങ്ങൾ ഞാൻ കർത്തൃദാസന്മാരോട് പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഒഴിവാകരുത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്കുള്ളെങ്കിലും നിന്നെ ദൈവം കൊണ്ടുവന്ന പദവി വലുതാണ്. സ്തോത്രം. നിനക്ക് വേണ്ടി. സ്തോത്രം. പറ്റുമെങ്കിൽ 2-3 ദിവസം ഈ യോഗം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പറ്റുമെങ്കിൽ പാസ്റ്ററേയും കൂടി വിളിക്കണം. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉപവസിക്കണം. അല്ലേ വാക്യം, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. 3 ദിവസത്തെ പ്രാർത്ഥന മുഴുവൻ ഇവക്ക് കിട്ടി. ഇത് കഴിഞ്ഞപ്പോൾ ഇവള് സ്തോത്രം 30 ദിവസത്തേക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് അധികാരത്തോടെ കയറി ചെല്ലുക. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? രാജാവ് മറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നിയമവും കുടച്ചക്രവും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇവള് കയറി ചെന്ന വഴി രാജാവ് എന്തിനാ വന്നേന്നല്ല ചോദിച്ചേ, നിനക്ക് ഈ നിയമമൊന്നും ബാധകമല്ല എന്നാ ചോദിച്ചേ, നിന്റെ കയ്യിൽ ഇതിൻ്റെ സ്തോത്രം കടലാസൊന്നും കിട്ടിയില്ല എന്നല്ല ചോദിച്ചത്. പിന്നെന്താ ചോദിച്ചത്? രാജ്ഞിയെ എന്തു വേണം? 127 സംസ്ഥാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ പകുതി വേണമെങ്കിലും തരാം. ഇവിടെ പ്രാർത്ഥന കിട്ടിയവൻ കയറി ചെന്നാൽ കാളം മറിയും. ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും അമ്മമാരോടും പറയാം, നിന്റെ ചാർച്ചയിലോ നിന്റെ വീട്ടിലോ നിന്റെ കുടുംബത്തിലോ വണ്ടിക്കൂലിക്ക് പോലും കാശ് തരാൻ ആരും കാണുകയില്ല. അതൊരു കുഴപ്പമായിട്ട് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷെ നീ വന്ന സ്ഥലത്ത് മര്യാദയ്ക്കാ നിൽക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? എത്രയോ പേർ അതിൻ്റെതായ രീതിയിൽ നിൽക്കണം. ഒരു സഭയ്ക്കകത്ത് വന്നാൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും ചുരുങ്ങിയത് 10 പേരുടെയെങ്കിലും പ്രാർത്ഥന കിട്ടും.
സ്തോത്രം. ബിജു പാസ്റ്റർക്കൊക്കെ എത്ര പേരുടെ പ്രാർത്ഥന കിട്ടുന്നത് നമ്മളറിയാതെ. ഇന്ന് രാവിലെ എൻ്റെ മൊബൈൽ വാട്സാപ്പ് ഓൺ ചെയ്തപ്പോൾ ഏറ്റവും ചുരുങ്ങി ഒരു 4-5 പേരെങ്കിലും ഞാൻ ഇങ്ങോട്ടോ വരുന്നതെന്ന് അവർ അമേരിക്കയിലും കാനഡയിലും ഇരുന്ന് അറിഞ്ഞു. സ്തോത്രം. പാസ്റ്റർ അറിയാവുന്നേ, പാസ്റ്ററോട് പ്രത്യേകിച്ച് അന്വേഷണം പറയാനും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കൂടുന്നുണ്ട്. സ്തോത്രം. ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഫോളോ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ പേർ. സ്തോത്രം. ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങാതെ അവനവൻ്റെ വഴിക്ക് നടന്നിരുന്നെങ്കിൽ സ്തോത്രം തിരിഞ്ഞു നോക്കാൻ ആരുമില്ലായിരുന്നു, കിട്ടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിനക്ക് കിട്ടുന്നുണ്ടോ? അതിന് ഞാനൊരു സഭയുടെ ശുശ്രൂഷയിൽ പറയാം. ആർക്കും പിടികൊടുക്കാതെ, ആരോടും മിണ്ടാതെ, ചുമ്മാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് ആശീർവാദത്തിന് മുമ്പ് കണ്ണും കാണിച്ച് പോയാൽ ഇതൊന്നും കിട്ടിയേല. അതിൻ്റെ വ്യവസ്ഥ പോകണം, എന്നാലല്ലേ ഇത് കിട്ടുള്ളൂ. നീ അതിന് എന്താണെങ്കിലും നനഞ്ഞു. എന്നാൽ പിന്നെ എൻ്റെ ദിവസം വന്നു, എല്ലാവരെയും കണ്ടു. ഇടയ്ക്കൊരു യോഗത്തിൽ ഈ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയുള്ള ചർച്ചിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ വരുമ്പോൾ എല്ലാവരെയും ഒന്നും കാണാനും കൈ കൊടുക്കാനും മിണ്ടാനും ചിലപ്പോൾ കർത്തൃദാസന്മാർക്ക് പറ്റിയെന്നിരിക്കുകയല്ല. അതിന് സെൽ മീറ്റിങ്ങിലോ കോട്ടേജ് മീറ്റിങ്ങിലൊക്കെ വരണം. സ്തോത്രം. 4 ദിവസം അടുപ്പിച്ച് വരുമ്പോൾ പറയും, അയ്യോ എവിടെ നിന്നാണ് വരുന്നത്? വടക്കം പറവ് വരുന്നത്. ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കട്ടെ ദൂത്. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങ് വരാപ്പുഴയെന്ന് വൈകുന്നേരം 2 പിള്ളേരെയും കയറ്റി വരാപ്പുഴയെന്ന് യോഗത്തിന് വരുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടും. ആരോടും മിണ്ടാതെ, ആർക്കും കൈ കൊടുക്കാതെ, എന്തൊക്കെയോ മാനസിക സമ്മർദ്ദങ്ങളുമായി ഉള്ളിലിട്ട് ഒളിച്ചു കളി നടത്തിയാൽ നിങ്ങൾ ഇനിയും കുറേ ഉപവസിക്കേണ്ടി വരും. സ്തോത്രം. ഞാൻ പഠിക്കൊണ്ടേ കുടവുടക്കുകയല്ല, പക്ഷെ ഇതൊരു നല്ല മാർഗമാണ്. നീ വന്നതൊരു നല്ല പദവിയിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ശരിയാണ്, ആള് കൂടുമ്പോഴൊക്കെ തട്ടിപ്പ് വെട്ടിപ്പ് പല മനസ്സുള്ളവരൊക്കെ കയറി വരൊക്കെ ശരിയാണ്. അതൊക്കെ പരിജ്ഞാനത്തോടെ സഭായത്തിന് വരുമ്പോഴേ പ്രാർത്ഥിക്കണം, കർത്താവേ സ്തോത്രം, എന്നെ മറിക്കാൻ പറ്റി ആരുടെ അടുക്ക എന്നെ കൊണ്ടിരുത്തരുതേ. അതേ നിവൃത്തിയുള്ളൂ. സ്തോത്രം. അതൊക്കെ വീട്ടിൽ നിന്ന് അവരവർ തന്നെ ദൈവമായിട്ട് ഇടപാട് ചെയ്തോളണം. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ ഹൃദയത്തിൽ പേറി പ്രാർത്ഥിക്കുന്ന ചിലരുമായിട്ട് എനിക്ക് കൂട്ടായ്മ കിട്ടണമേ. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. കഥ മാറുന്നത് ദൈവാത്മാവ് കാണിച്ചു തരും. നിനക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നീ ഒരു സംഭവമായി മാറും. ഹല്ലേലൂയ. ഇത് വിശുദ്ധന്മാരുടെ ക്ലബല്ല, ചുമ്മാ വന്നു പോകുന്ന സ്ഥലമല്ല, ഇത് പാട്ട് കേൾക്കുന്ന സ്ഥലമല്ല, ഇത് പ്രസംഗം കേൾക്കുന്ന സ്ഥലമല്ല, ഇത് ദൈവത്തിന്റെ അരമനയാണ്. ഇവിടെ ദൈവമുണ്ട്. ഇവിടെ നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ദൈവിക പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അങ്ങ് പ്രാർത്ഥന, ഞാൻ ആ വാക്ക് പിന്നെ ആവർത്തിക്കുന്നു, പ്രാർത്ഥിച്ചവളെന്നല്ല, അനേകരുടെ പ്രാർത്ഥന കിട്ടിയവൾ. സ്തോത്ര. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ കർത്തൃദാസന്മാർ ആരെ കൊണ്ടെങ്കിലും അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടട്ടെ. സ്തോത്രം. അത് തത്തെ കൊണ്ട് കൂടിപ്പിക്കുന്ന ഇടപാടിന് വരരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ അവരെ മെനക്കെടുത്തരുത്. എല്ലാ ദിവസവും ഈ ദൂതിൻ്റെ വെളിച്ചത്തിൽ പറയണം, എനിക്ക് വേണ്ടി ആ കൈയൊന്ന് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചേരെ. ഞാനൊരു എസ്തേറാ. നിങ്ങൾ പുരുഷന്മാരോടും പറയാം, ഒരു പദവിയിൽ വന്നവനാ. സ്തോത്രം. എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ വിഷയങ്ങളെക്കാൾ വലുത് ദൈവത്തിന് നീയാണ്. ഇവിടെ ആരുണ്ടാക്കിയ കഴിമരം വന്നാലും, ആരുണ്ടാക്കിയ നിയമം വന്നാലും, ആരെഴുതിയ രേഖ വന്നാലും ദൈവം തമ്പുരാൻ ഉറ്റുനോക്കുകയാണ്. ഒരുവനെ കിട്ടുമോ, ഒരുത്തിയെ കിട്ടുമോ? അത് കിട്ടിയിട്ട് വേണം ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപാടുകൾ പതിറ്റാണ്ടുകളായി കെട്ടിച്ചമയ്ക്കുന്ന ഈ തന്ത്രങ്ങളെ പൊളിക്കാൻ സർവശക്തനായ ദൈവത്തിന് ഇതുപോലൊരുവനെ കിട്ടണം. ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം പെട്ടെന്ന് കേട്ടോ. സ്തോത്ര. ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ സംഭവം ഇതാണ്. കയറി ചെന്നപ്പോൾ രാജാവ് നിയമവും മറന്നു, അയാളുടെ വാശിയും മറന്നു, ഹാമാനെയും മറന്നു. ഹാമാനും പുള്ളിയായിട്ട് ചക്കരയും തേങ്ങയും പോലെയായിരുന്നു. പക്ഷെ പ്രാർത്ഥന കിട്ടുന്നവർ ചില വീട്ടിലേക്ക് കയറി ചെല്ലണം. സ്തോത്രം.
ഞാൻ പറയുന്നത് നിങ്ങളുടെ കർത്തൃദാസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഈ ദൂത് കേട്ടിട്ട് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അദ്ദേഹം കയറി ചെല്ലുന്ന രാജ്യങ്ങളിലേക്ക്, അദ്ദേഹം കയറി ചെല്ലുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ചില കൂട്ടുകെട്ടുകളെ മറിക്കാൻ, ചില തന്ത്രങ്ങളെ മറിക്കാൻ ഈ ഉപവാസത്തിന് ശേഷം ഞാൻ വചന വെളിപ്പാടില്ല ബിജു പാസ്റ്റർ പറയുന്നു, അങ്ങനെ എൻ്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹിതനാണ്. എനിക്ക് എല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ വചനം ഞാനിതല്ല പ്രസംഗിക്കണം. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, പ്രാർത്ഥന കിട്ടുന്നവൻ ഈ തലമുറയിൽ ഒരു സംഭവമാക്കും. രാഷ്ട്രങ്ങൾ എഴുതിയ രേഖകൾ പോലും അവര് കയറി ചെല്ലുമ്പോൾ തിരിയും. ഭരണാധികാരികൾ അവർക്ക് ഫേവറാകും. ഈ വാക്കുകൾ വെച്ച് കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ അഭിഷിക്തനാണ്. ഓട്ടത്തിനിടയിൽ ചില ദിവസങ്ങൾ വേർതിരിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആയിരങ്ങളുടെ പ്രാർത്ഥന കിട്ടുന്ന അപ്പാ, സ്വദേശത്തും വിദേശത്തുമുള്ള രക്തബന്ധങ്ങളുടെ അല്ല, സഭാമക്കളുടെ അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കിട്ടുന്ന, എസ്തേറിനെ പോലെ പ്രാർത്ഥന കിട്ടുന്ന ഈ അഭിഷിക്തൻ കയറി ചെല്ലുന്ന പ്ലാറ്റ്ഫോമുകൾ അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ കേട്ടതിനേക്കാൾ കണ്ടതിനേക്കാൾ അപ്പുറം കാണാൻ സഭ ഒരുമിച്ച്, ഇത്രയും പേർ ഒരുമിച്ച് ഒരു നിയോഗത്തോടെ നിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ഒരസാധാരണ കഴിവുള്ള, പ്രശ്നങ്ങളുള്ള കുടുംബത്തിലേക്ക് നിന്റെ ദാസൻ കയറി ചെന്ന് അവിടത്തെ കഠിന ഹൃദയര് മറിയണം. ഇന്ന് അതിന്റെ വരം ലഭിക്കട്ടെ. അതിന്റെ വരം ലഭിക്കട്ടെ. കോടതിയിലല്ല തീരേണ്ടത്, ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ ജനത്തിന് വേണ്ടി നിന്റെ ദാസനെ ഉപയോഗിക്കണമേ. കടം കയറി പൂട്ടിപ്പോകാൻ ഒരുങ്ങുന്ന ചില വലിയ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനമല്ല, ചില കമ്പനികൾ, പ്രൊഡക്ഷൻ സെന്ററുകൾ, കർത്താവ് പറയുന്നു അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന, ഇനി പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ അതിനെ നടത്തിപ്പുകാർ ആത്മഹത്യ ചെയ്തു പോകത്തക്ക രീതിയിൽ ശത്രു ഒരുക്കുന്ന ചില കെണികൾ പൊട്ടിക്കാൻ ഈ തലമുറയിൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ ദാസനെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകട്ടെ. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ചില ഭരണസമിതി അംഗങ്ങളുടെ ഓഫീസുകളിലേക്ക് കയറി ചെല്ലാൻ, ലോകരാജ്യങ്ങളിലെ ചില രാജകാന്മാരുടെ അടുക്കലേക്ക് കയറി ചെല്ലാൻ ഇന്ന് വിളിയും നിയോഗവുമുള്ള ഈ ദാസന് ഈ ശുശ്രൂഷയിൽ വരം കൊടുക്കണേ. ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളെന്ന് കരുതരുത്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നീ കയറി ചെല്ലുമ്പോൾ ചിലയിടത്ത് വ്യവസ്ഥകൾ മാറണം, എഴുതി വെച്ച രേഖകൾ ക്യാൻസൽ ആകണം. നീ കയറി ചെല്ലുമ്പോൾ അവര് കരുതി കൂട്ടി വെച്ച കെണികൾ പൊട്ടണമെന്ന് അവരെഴുതി വെച്ച ചില അജണ്ടകൾ നിർവീര്യമാകണം. ഇന്ന് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ കൃപ ചൊരിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാമാനും ഈ രാജാവും കൂടി ഒരുമിച്ചിരുന്നപ്പോഴാ പട്ടണം കലങ്ങിയത്. സ്തോത്ര, ഹല്ലേലൂയ. അവര് കൂടി എഴുതി വെച്ച രേഖകൾ ഒന്നും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചവളെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവരുടെയും കൂടെ 3 ദിവസം ഉപവസിച്ചവളെന്നല്ല പറയുന്നത്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നോക്കി കണ്ണ് തുറന്ന് പറയാം. ആന്റിക്ക് ഒരു ഇച്ചിരയും കൂടി പ്രാർത്ഥന കിട്ടിയാൽ സംഭവം മാറും.
സ്തോത്രം. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറും, നിങ്ങളുടെ ഒറ്റപ്പെടൽ മാറും. അതിന് ഇനി വേറെ സഭയൊന്നും തപ്പി പോകണ്ട. നീ വന്ന സ്ഥലം ദൈവത്തിന്റെ അരമനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് പ്രാർത്ഥന കിട്ടണം. നിനക്കിനി വേണ്ടത് പണമല്ല, ഇപ്പൊ നിനക്ക് വേണ്ടത് കൃപാവരമൊന്നുമല്ല. സ്തോത്രം. നിനക്ക് നിന്നെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. നിന്നെ വെച്ചാണ് കോട്ട പൊട്ടിക്കേണ്ടത്, നിന്നെ വെച്ചാണ് താവളങ്ങൾ തകർക്കേണ്ടത്, നിന്നെ വെച്ചാണ് ദുഷ്ടന്റെ ഇരുമ്പുലകളെ ഉടക്കേണ്ടത്. അതിന് സ്വർഗം ഇന്ന് പറയുന്നു, എനിക്ക് തെറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഈ ചുമ്മാ എന്റെ കയ്യക്ഷരം പോലും നന്നാവാതെ വെറുതെ ഈ കടലാസിനകത്ത് കുറിച്ചു വെച്ചത് ഇവിടേക്കുള്ള ദൂതായിരുന്നു എന്ന് ഞാൻ ഉറപ്പിക്കുക. എസ്തേറിനെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗം യൂട്യൂബിലും പവർ വിഷനിലും എല്ലാം വാട്സാപ്പിലെല്ലാം കേൾക്കുന്നവരാ നിങ്ങൾ ചിലര്. എസ്തേറിനെ ഈ വിധത്തിൽ ഇന്ന് വരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. കാരണം ഇന്ന് ദൈവം നിങ്ങളോടും എന്നോടും പറയുന്നു, നീ ഒരു സംഭവമാണ്, നീ ഒരു പദവിയിൽ വന്നയാളാണ്, നീ കൃപ ലഭിച്ചവനാണ്. നിനക്ക് ഇനി വേറെ ഒരു പ്രശ്നവും ഇല്ല. നീ വെറുതെ ഒരു ചമ്മിയ മുഖത്തോടെ ഇരിക്കണ്ട. നിനക്ക് ഇച്ചിരിയും കൂടി പ്രാർത്ഥന, നിന്നെ വെച്ച് ദൈവം ഒരു സംഭവം ഉണ്ടാക്കും. അതിനെന്താ വഴിയെന്ന് നോക്കണം. ഞങ്ങളുടെ വീട്ടിൽ യോഗം വെക്കാൻ എളുപ്പമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ഈ പറഞ്ഞ പ്രാർത്ഥനയൊന്നും കിട്ടുന്നില്ല. വരും, രണ്ടുപേര് പ്രാർത്ഥിക്കാന്ന് പറയും, രണ്ടുപേര് പ്രാർത്ഥിക്കും. പക്ഷെ നിന്നെ വെച്ച് ചിലര് പ്രാർത്ഥിക്കണം. ഞാൻ ഒന്നോടെ കിടത്തി പറയാം, നിങ്ങളെ ഉയർത്താൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്ന ഒരു സന്തതി കാണും. യാക്കോബിന്റെ വീട്ടിലെ യോസേപ്പിനെ പോലെ നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ അവനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. അടുത്തിരുത്തി, അവന് എത്ര പ്രായമായാലും, അമ്മയല്ലേ നിങ്ങൾ, അപ്പനല്ലേ നിങ്ങൾ, അവനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാനിത് വെറുതെ ഒരു പ്രസംഗത്തിനല്ല പറഞ്ഞത്. ഞാൻ ഭയങ്കര ഒരു വികാരാതീതനാകിയല്ല, എനിക്ക് ആത്മാവിൻ്റെ ആ ഭയങ്കര പ്രഷർ കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മൈക്കും പിടിച്ച് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുകയും നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങ് പുറകോട്ട് മാറി കർത്താവിൻ്റെ കാലെ പിടിച്ച് കിടന്ന് കരഞ്ഞേനെ. അത്രയ്ക്ക് ഫീൽ എനിക്കുണ്ടാകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്നെ ഉയർത്താൻ ദൈവം നിനക്കൊരു മോളെ തന്നിട്ടുണ്ട്, ഒരു മോനെ തന്നിട്ടുണ്ട്. നീ ചുമ്മാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആസ്പത്രിക്കാരുടെ പരസ്യം അത് ഞാൻ എന്നേ കണ്ടതാ. ഇന്ന് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമില്ല അത്. പക്ഷെ അത് ദൈവം നിങ്ങളെ മറക്കാതിരിക്കാൻ ഓർപ്പിക്കുക. സ്തോത്രം. നീ ദൈവത്തിന്റെ പൈതലാണ്. സ്തോത്രം. വിഷയത്തിന്റെ പുറകെ ചൂട്ടും കത്തിച്ചുകൊണ്ട് നടക്കരുത്. അതൊരു ജാതീയ വ്യവസ്ഥയാണ്. എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലേ, പോരാട്ടം ഉണ്ടോ നോക്കിയിട്ട് പറ. സ്തോത്രം. പക്ഷെ നീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എത്ര വലിയ പോരുകളുണ്ടെങ്കിലും, നീ ശരിക്കും ശക്തിപ്പെട്ട് ഒരു 3 ദിവസം ഇവക്കെല്ലാവരും കൂടി പ്രാർത്ഥന കിട്ടിയിട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇത്രയും നടന്നെങ്കിൽ 21 ദിവസത്തെ പ്രാർത്ഥന അത് തലേ തൊടാതെ പോകരുത്. അത് ഈ വഴി ആരുടെയെങ്കിലും മേത്തുകൂടെ അങ്ങോട്ട് പോകരുത്. അതെല്ലാം ഈ പ്രാർത്ഥനയെല്ലാം നിനക്ക് വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ആളുകളെ വിവേചിക്കാൻ അറിയാലോ. ഞാനൊരു ഒരു പക്ഷം തിരിവുണ്ടാക്കിയിട്ട് പോകുകയല്ല. ഇവിടെ ഇരിക്കുന്നതിൽ വിശ്വാസമുള്ള, കൃപയുള്ള, യോഗ്യതയുള്ള, ആത്മീകമുള്ള ഒരാളാണെന്നറിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയും ബിജുപാസ്റ്ററെ കൊണ്ട് പറ്റിയിരിക്കുകയല്ല. നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിട്ട് അച്ഛൻ എന്നേക്കൊന്നൊന്ന് പ്രാർത്ഥിച്ചു വിട്ടാക്കാൻ പറഞ്ഞാറേ. എല്ലാം വരുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. വരെ പ്രാർത്ഥിക്കുക, അടുത്തിരുന്നിട്ട് പറയുക, ഈ കേട്ട ദൂതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഇച്ചിരിയും കൂടി എനിക്ക് കിട്ടിയാൽ എൻ്റെ കഷ്ടങ്ങൾ തീരും. ഇനി അതിനപ്പുറം ഒരു സൊല്യൂഷൻ ഇല്ല. ഇനി ഇതിന് പ്രത്യേക കൃപയുള്ളവനുണ്ടോ എന്ന് തപ്പി നടന്ന് വെറുതെ കാശ് കളയണ്ട. നിങ്ങളെ നോക്കി ഞാൻ പറയാം, ഇച്ചിരി പ്രാർത്ഥന കിട്ടിയാൽ നിങ്ങളുടെ വിഷയം യേശുവിൻ്റെ നാമത്തിൽ, നിങ്ങളുടെ ആ കഴിമരം, നിങ്ങളുടെ ആ രോഗം, നിങ്ങൾക്കെതിരെയുള്ള സകല രേഖകൾ സ്വർഗം ക്യാൻസൽ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കുറച്ചുകൂടെ പ്രാർത്ഥന കിട്ടിയാൽ, നിങ്ങൾ ഹൃദയടുപ്പുള്ളവരല്ലേ, തമ്മിൽ യോഗമൊക്കെ തീരുമ്പോൾ
ആരും അറിയാതെ നോട്ടീസ് അടിക്കാതെ സമയം ഉണ്ടാക്കി കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. എന്റെ സഹോദരനാണപ്പാ എന്ന് പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കോൺഗ്രിയേഷനെ, പ്രാർത്ഥന കിട്ടിയവരുടെ കോൺഗ്രിയേഷനെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ വ്യത്യസ്തത ദൈവം തെളിയിക്കും. അപ്പൊ കേറി ചെന്നപ്പോൾ മറ്റവന്റെ മനസ്സ് മറഞ്ഞു. വളരെ പരിജ്ഞാനത്തോടെ, സംയമനത്തോടെ എസ്തേർ, സ്തോത്രം, സംയമനത്തോടെ രാജാവിനോട് പറഞ്ഞു, രാജ്യത്തിൻ്റെ പകുതിക്കൊന്നുമല്ല വന്നത്. സ്തോത്രം, പരിഭവവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനൊരു വിരുന്നൊരുക്കാം, ആ വിരുന്നിന് അങ്ങ് വരണം. അങ്ങ് മാത്രം വന്നാൽ പോരാ, ഹാമാനും വരണം. സ്തോത്രം, വിരുന്നിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു, ഡേറ്റ് നിശ്ചയിച്ചു. സ്തോത്രം, ഇനി ഞാൻ പറയാൻ പോകുന്ന കേക്ക്. ഹാമാന് പിടികിട്ടിയില്ല എന്നായി നടക്കാൻ പോകുന്നത്. അവൻ വന്ന് ബിരിയാണി അടിക്കുമ്പോൾ കൊലച്ചോറ തിന്നുന്നതെന്ന് പിടികിട്ടിയില്ല. മനസ്സിലായോ? പ്രാർത്ഥന കിട്ടിയവൻ ചെയ്യാൻ പോകുന്നത് ശത്രുവിന്റെ റേഞ്ചിൽ വരികയില്ല. ഓ രക്തം ജയം! നിന്നെ എങ്ങനെയാ ഉപയോഗിക്കാൻ പോകുന്നത്, നിന്നിലൂടെ എന്താ നടക്കാൻ പോകുന്നത് എന്ന് ഇവിടത്തെ ഏത് വിധത്തിലെ സംഭവങ്ങൾ നിരത്തി വെച്ച് മഷി നോക്കിയാലും എന്താ സഭയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പിടികിട്ടിയാല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നടക്കുന്നത് വിരുന്നൊരുക്കുക. സ്തോത്രം. അല്ല, ഇവിടെ കൈവശം ഉണ്ടാക്കുമല്ലോ. സ്തോത്രം. പോകാൻ നേരത്ത് കടലാസിൽ പൊതിഞ്ഞ്, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് ഇത് സ്തോത്രം ശരീരത്തിൽ എവിടെയെങ്കിലും വെച്ചോളാൻ പറഞ്ഞ് എന്തെങ്കിലും സാധനം ഞങ്ങളെപ്പോലത്തെ ഉപദേശിമാർ ആരെങ്കിലും തന്നുവിടാറുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു ചിലർക്ക്. സ്തോത്രം. ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ തന്നേക്കണം. സ്തോത്രം. ഞങ്ങൾ പറയാം, ഈ പണി യേശുവിൻ്റെ പേര് നടത്തരുത്, നിർത്താൻ പറയണം. കാരണം അങ്ങനെ ഇതിനകത്ത് വിരുന്നേ ഉള്ളൂ, ഇതിനകത്ത് വിരുന്നേ ഉള്ളൂ. പക്ഷെ ഈ വിരുന്നിനകത്ത് ഹാമാൻ തീരും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ നിന്ന് കിട്ടി എസ്തേറിന് പരിജ്ഞാനം? എവിടെ നിന്ന് കിട്ടി ഇവക്ക് ജ്ഞാനം? സാധാരണ ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. സാധാരണ നിങ്ങൾ ആന്റിമാരെ, അമ്മമാരെ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. എന്നെ ശ്രോത്ര ഇത് പറയുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട് കേട്ടോ. സാധാരണ പെണ്ണുങ്ങൾക്ക് ആ ഗുണമുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ആദ്യം ജാമ്യം എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം സാധാരണ എന്തെങ്കിലും കിട്ടിയാൽ 100 കൂടി കയറ്റി പറയുന്നവരാ ഇവര്. പ്രത്യേകിച്ച് ഒത്ത് കിട്ടിയാൽ. ഹാമാൻ ഇപ്പൊ രാജാവ് എന്താവെന്ന് അറിയാതെ കയറി അവിടെ ചെന്നപ്പോഴത്തേക്കും അച്ചായൻ ഇച്ചിരി ഫ്ലെക്സിബിൾ ആണെങ്കിൽ പിന്നെ കാലയ്ക്ക് ഞാൻ കൊടുക്കും. ഇപ്പൊ രാജാവ് ഇച്ചിരി ഫ്ലെക്സിബിൾ. എന്നെ മോളെ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ അപ്പൊ ശരിക്കും എരിവ് കയറ്റി കൊടുക്കേണ്ടതാ. പക്ഷെ അവള് ദൈവത്തിന്റെ പക്ഷത്തായതിന്റെ പേരിൽ അസാധാരണ പരിജ്ഞാനം കിട്ടി. ഒന്നും പറഞ്ഞില്ല. ഹാമാ മോശ എന്നും പറഞ്ഞില്ല. അവള് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അവള് പറഞ്ഞു, ഒരു വിരുന്നിന് വരണം. 2 പേരെയും വിളിച്ചു. വിരുന്ന് നടന്നു. ഒന്നോടെ വിളിച്ചു. 2ാമത്തെ വിരുന്നിൽ ഹാമാൻ പോലും അറിയാതെ, സ്തോത്രം, ഒരു വാക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എവിടെയോ ഒന്ന് വരച്ചിട്ട് നോക്കട്ടെ. സ്തോത്രം. 7-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അഹശ്വേരോശ് രാജ 2ാമത്തെ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുക. ഹാമാൻ ശരിക്കും സ്തോത്രം നന്നായിട്ട് ഇച്ചിരി ടെൻഷൻ ഉണ്ടെങ്കിലും ഒരിക്കലും പുള്ളിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാന്ന്. ഇരുന്ന് സ്തോത്രം വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ്തേർ പതുക്കെ പറഞ്ഞു, സ്തോത്രം, എനിക്കൊരപേക്ഷയുണ്ട്. നിങ്ങൾ 2 പേരും ഈ രാജ്യത്തിൻ്റെ നല്ല അധികാരികളല്ലേ. എൻ്റെ കുടുംബക്കാരടങ്ങുന്ന യഹൂദന്മാർക്കെതിരെ നടക്കുന്നതിന് വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഒന്നും എരിവ് കയറ്റി പറഞ്ഞില്ല. ചോദിച്ച ചോദ്യം 5-ാം വാക്യം. അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോട്, അവനാര്? ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെ? അപ്പൊ അതിനർത്ഥം എന്താ?
നമ്മൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് രാജാവും പുള്ളിയും കൂടി ടൈയപ്പായിരുന്നെന്ന്. ടൈയപ്പായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കൂ. എസ്തനോട് ചോദിക്കുക, അങ്ങനെ നിന്റെ വീട്ടുകാർക്കെതിരെ ഇവിടെ നിന്ന് ആരാ ഈ പണി ചെയ്തേ? സത്യം അച്ഛൻ അറിഞ്ഞിട്ടില്ല ആൻറ്റി, വേറെ ആരാണ് കൊടുത്ത് കൊളുത്തിയേക്കുന്ന. പുള്ളി അറിഞ്ഞിട്ടില്ലേ കേസ്. പുള്ളി പറയുന്നു, അങ്ങനെ നിന്റെ വീട്ടുകാർക്കെതിരെ നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആരാ ഈ ചെയ്യുന്നത്? അവൻ ആരാ? അല്ല ചോദിച്ചു, അവൻ ആര്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ ഈ രാജ്യത്തുള്ള? അതിനർത്ഥം മുദ്രമോതിരൊക്കെ പതുക്കെ ഊരിക്കൊണ്ടുപോയി. പക്ഷെ പുള്ളി അറിയാതെയാണ് പല കമത്തിക്കൊണ്ടിരുന്നത്. സ്തോത്രം. ആദ്യം ഈ വിരുന്നിൽ പിടിക്കപ്പെടും. ഈ 21 ദിവസത്തെ ഉപവാസത്തെ നിങ്ങളൊരു വിരുന്നായി കാണ്. ഇതൊരു വിരുന്നായിട്ട് തീരുള്ളൂ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവശക്തൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിടുതലിന് വേണ്ടി സ്വർഗം ഒരുക്കുന്ന ഒരു ആത്മീക വിരുന്നായി ദൈവാത്മാവ് 2025 ഈ വർഷാവസാന നാളുകളിലെ ഈ ഉപവാസം നിങ്ങളിൽ ചിലർ മനസ്സ് തുറന്ന് സ്വീകരിക്കുക. ഇവിടെ ഞാൻ ഇന്ന് വന്നു പോകുമെന്നല്ല, ഇന്ന് ഷാജിപ്പാസ് വന്നത് കൊണ്ട് വരുമെന്നല്ല, പിന്നെയോ ഇതൊരു വിരുന്നായി ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഈ വിരുന്നിൽ, കാരണം നീ പ്രാർത്ഥന കിട്ടിയവളാ. സ്തോത്രം. ദൈവശാസ്ത്രം ഒന്നും ഒത്തിരി എനിക്കറിയില്ല, വേദപുസ്തകത്തിലെ മുഴുവൻ വാക്യങ്ങളൊന്നും അറിയല്ല. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിക്കുന്ന പോലെ ആരെങ്കിലും ഒരാൾ വട്ടത്തിൽ കയറി നിന്ന് യേശു ദൈവം ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചൊന്നും തർക്കിക്കാനുള്ള കഴിവൊന്നും എല്ലാവർക്കും ഇല്ല. ഉണ്ടോ? ഇല്ല. സ്തോത്രം. അത്രയൊന്നും കഴിവില്ല, അത്രയൊന്നും വാദിക്കാൻ സമർത്ഥിക്കാനില്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അന്യഭാഷയ്ക്കെതിരെയും സ്നാനത്തിനെതിരെയൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ് ജയിക്കാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. നിങ്ങളുടെ ചെറുക്കനൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിതെന്നാന്നൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഇതൊന്നും പറയാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ ചിലത് മറിയും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ അറിയേണ്ടവരറിയാതെ ചിലത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അറിയേണ്ടവരറിയാതെ. ഇത്രയും നാള് ഞങ്ങൾ പെന്തിക്കോസ്തിലെ പാസ്റ്റർമാര് പോലും സ്തോത്രം പ്രസംഗിച്ചു, രാജാവും പുള്ളിയും കൂടി ഒട്ടിയിരുന്നു. ശരിയാ, പുള്ളി ചില ബീറൊക്കെ അടിച്ചു, ശരിയാണ്. പക്ഷെ ഇതിന് പുള്ളി ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ആള് ചോദിക്കും, നീ എന്തേ പറയുന്നത്? നിന്റെ വീട്ടുകാർക്കെതിരെ നീ ഈ പദവിയിലിരിക്കുമ്പോ ആരാ പറയാൻ? നീ എന്നീ പറഞ്ഞ ആരാ അത് അങ്ങനെ ചെയ്ത ആരാ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ വേറെ ആളൊന്നും അല്ല. സ്തോത്രം. പണ്ടാൾക്കാർ പറഞ്ഞ പോലെ പറയും, പേര് പറയല്ല, തൊട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു. അവിടം മുതൽ വീഴാൻ തുടങ്ങി, അവിടം മുതൽ തകരാൻ തുടങ്ങി. ഈ യോഗത്തിൽ നിങ്ങളുടെ പ്രശ്നം തീരുന്നത് ഒരു വലിയ ബഹളത്തിനിടയ്ക്കായിരിക്കില്ല, ഒരു വിരുന്നിനിടയ്ക്കായിരിക്കും. ഹല്ലേലൂയ. ഉന്തും തള്ളും അടിയും ബഹളവും കേസും വഴക്കും പോലീസും കോടതിയും സ്തോത്രം സഭാ കമ്മിറ്റിയും കുടുംബയോഗക്കാരും ഒക്കെയായി കുറെ നാള് വലിച്ചോണ്ട് നടന്ന വിഷയം, അവിടെ എങ്ങും തീരാത്ത വിഷയം. ഈ ഉപവാസം എന്ന വിരുന്നിൽ, ദൈവസഭയുടെ ഉപവാസത്തിൽ സ്വർഗസ്ഥനായ ദൈവം ആ ശത്രുവിന് പോലും പിടികിട്ടാതെ ചില വിഷയങ്ങളെ ഇതിനകത്ത് വെച്ച് ബ്രേക്ക് ചെയ്യും. ഇതിനകത്ത് വെച്ച് ദൈവം തമ്പുരാൻ ബ്രേക്ക് ചെയ്യും. ഇതിനെ അത്ര കാണണം. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഈ ദൂതിനെ സ്തോത്രം ദൈവത്തിൻ്റെ ആലോചനയായി നിങ്ങൾ മനസ്സിലാക്കണം. വിവേചിക്കാൻ അറിയാവുന്ന ആളുകൾക്കറിയാം, ഇതൊരു ഒത്തുവാക്യ പ്രസംഗമാണോ, ഇതൊരു യൂട്യൂബ് പ്രസംഗമാണോ, സ്തോത്രം അതെയോ ഇത് പഴയ ബൈബിൾ കോളേജ് പഠിച്ചപ്പോൾ കുറിച്ച് വെച്ചിരുന്ന എല്ലാം കൂടി കലക്കി തരുന്നതാണോ, അതെയോ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നിന്ന് വിവേചിച്ച് ആത്മീക വെളിപ്പാടിൽ വചനത്തിലൂടെ ദൈവം പ്രവചനത്തെക്കാൾ ഷാർപ്പായി ഇടപെടുന്നതാണോ അല്ലയോ എന്ന്
ആത്മാവുള്ളവർ വിവേചിച്ചറിയണം. ഷാജി പാസ്റ്റർ പറഞ്ഞോ ബിജി പാസ്റ്റർ പറഞ്ഞോ എന്നല്ല, ദൈവാത്മാവാ പറയുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉപവാസത്തെ ചെറുതായി കാണരുത്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ തറപ്പിച്ചു പറയുന്നു, ഈ ഉപവാസത്തിൽ ഭയങ്കര കോട്ടകൾ മറിയും. ഇത്രയും നാളും കൊണ്ടു നടന്ന നീറിപ്പകഞ്ഞ വേദനകൾ, നീ ഒറ്റപ്പെട്ട നൊമ്പരങ്ങൾ, നിന്റെ വീട്ടുകാർക്കെതിരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിഷയങ്ങൾ, അവരെ ഒതുക്കാൻ നോക്കിയ സംഭവങ്ങൾ, അത് മുഴുവൻ ഈ ഉപവാസത്തിൽ അത്യുന്നതൻ തീർത്തു തരും. ഹല്ലേലൂയ. റകാദരബ ശമനാരയാദി അർത്ഥനാരഗക്ഷ പ്രൗഢജനാദിയാര. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയുന്ന ഞാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഞാൻ. ഒറ്റ വാക്കോടെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കോടെ പറഞ്ഞിട്ട് കാര്യം മുന്നോട്ട് പോയി. രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ വളരെ സംയമനത്തോടെ ഓർപ്പിച്ചു. ഹാമാൻ അടിപടലെ മറഞ്ഞു, ഒരു നിലനിൽപ്പില്ലാതെയായി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ തലമൂടി പിടിക്കപ്പെട്ടു. ഒന്നും ചെയ്തില്ല, കേസില്ല, വഴക്കില്ല, സ്തോത്രം, പോലീസ് ജീപ്പ് വന്നില്ല, സഭാ കമ്മിറ്റിക്കാരെല്ലാം കൂടി വന്നില്ല, ഒന്നുമില്ല. വളരെ കൂളായി. ഇത്ര ഭംഗിയായിട്ട് വിഷയം തീർക്കുന്ന ഒരു ദൈവം ഉള്ളപ്പോൾ, ഇത്രയും നല്ലൊരു സ്ഥലത്ത് ദൈവം കൊണ്ടിരുത്തിയിരിക്കുമ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ ഈ പ്രാർത്ഥനയിൽ മൈൻഡ് ഫ്രീ ആയിട്ട് വീട്ടിൽ പോകണം. വിശ്വസിക്കാതെ വേറെ വഴിയില്ല കേട്ടോ. പ്രസംഗത്തിന് മാർക്കിട്ടൊന്നും കൂടെ കഥയില്ല. നിങ്ങൾ യൂട്യൂബിൽ നിന്നുകൊണ്ട് ലൈക്ക് അടിച്ചുകൊണ്ടും കഥയില്ല. സ്തോത്രം. നിങ്ങൾ ഈ കാര്യത്തെ ഗൗരവത്തോടെ കണ്ട് ഏറ്റവും അധികം ഈ ദിവസങ്ങളിൽ അതിനെന്താ ചെയ്യണ്ടേന്ന് അവനവൻ തീരുമാനിക്കണം. എനിക്ക് കുറേയും കൂടി പ്രാർത്ഥന കിട്ടണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് പറ്റിയ സ്തോത്രം ആളുകളെ അവരുമായിട്ട് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ആ പ്രാർത്ഥന കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെ തന്നെ ദൈവം നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്കായി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതലിനായി, നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന സകല വിഷയങ്ങളെ ക്യാൻസൽ ചെയ്യാൻ ദൈവം ഒറ്റയാക്ക് കിട്ടിയ പ്രാർത്ഥന, ഒരു രാജ്യത്തിന്റെ പ്രാർത്ഥന, 127 സംസ്ഥാനങ്ങളുടെ യഹൂദ ജനതയുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥന, അത് മുഴുവൻ ഒലിച്ചിറങ്ങി ഒരുവരുടെ മേൽ വന്നു. ആ പ്രാർത്ഥന കിട്ടിയവർ, ഇന്നത്തെ ദൂതിന്റെ ഒരു ടൈറ്റിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ: പ്രാർത്ഥന കിട്ടുന്നവർ. അവരെ ഒരു സംഭവമാക്കും ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ലാസ്റ്റ് വാക്കോടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുകയും രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. ഞാൻ ബാക്കി പറഞ്ഞുവിടാം കേട്ടോ, ബാക്കി പറഞ്ഞുവിടാം. സ്തോത്രം. 8-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴേക്കും 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി. കണ്ടോ, രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി പറവാതുറന്ന് മൊർദെഖായിക്ക് കൊടുത്തു. സ്തോത്രം. ഇത് 5-ന്റെ 10-ലാണ്, 3-ന്റെ 10-ലാന്ന് തോന്നുന്നു. 3-ന്റെ 10-ൽ സ്തോത്രം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി ആഗാഗ്യനായ ഹമ്മദായിയുടെ മകനായ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. ഈ 2 വാക്യങ്ങൾ അടിവരയിട്ടേക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന നടക്കുന്നു എന്നും ബൈബിൾ നോന്ന് പറയണം. സ്തോത്രം. രാജാവിൻ്റെ മോതിരം 3-ന്റെ 10-ൽ വെച്ച് രാജാവ് ഊരി ശത്രുവായ ഹാമാന് കൊടുത്തു. കയ്യിൽ മോതിരം ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് അപകടമാണ്. പക്ഷേ 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വെച്ച് മോതിരം ഊരി രാജാവ് മൊർദെഖായിക്ക് കൊടുത്തു. ഈ പ്രാർത്ഥനയിൽ ഒരു മോതിരം മാറ്റം. ആ വാക്കം തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. കല്യാണ ഉറപ്പ് നടക്കാൻ പോവല്ല. സ്തോത്രം. ഈ വാക്ക് തെറ്റിദ്ധരിക്കരുത്. അധികാരത്തിന്റെ മോതിരം ഇന്ന് ശത്രു പിടിച്ചു വച്ചിരിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലേക്ക്, ആരാധിക്കുന്നവന്റെ കയ്യിലേക്ക് സ്വർഗം ഈ പ്രാർത്ഥനയിൽ മോതിരം ഊരി തരും.
ഹല്ലേലൂയ. ഉടരാ ദഗന ദഗരക്ഷസിയാര. ഹല്ലേലൂയ. ഇത് 8 ഗ്രാമിന്റെ ഒരു മാമോദീസ മോതിരമല്ല, പിന്നെയോ ഇത് അധികാരത്തിന്റെ മോതിരമാണ്. അതിന്റെ കൈമാറ്റം കൂടെ ഈ പ്രാർത്ഥനയിൽ സംഭവിക്കട്ടെ. രാജകീയ മോതിരം പണ്ട് യോസേപ്പിന് കിട്ടി, അധികം പേർക്ക് കിട്ടിയിട്ടില്ല. ആത്മീക ചരിത്രത്തെ ചില പ്രത്യേക ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. ചിലർക്ക് പുതപ്പ് കിട്ടും, ചിലർക്ക് ഹല്ലേലൂയ ചെരുപ്പ് കിട്ടും, ചിലർക്ക് കിരീടം കിട്ടും, ചിലർക്ക് കൈ പിടിക്കാൻ ഒരു വടി കിട്ടും, എന്നാൽ ചിലർക്ക് അധികാരത്തിന്റെ മോതിരം കിട്ടും. ഇന്ന് സ്വർഗം പറയുന്നു, ഈ പ്രാർത്ഥനയിൽ നീ പ്രാപിക്കാനിരുന്നു, ഒരു അധികാര കൈമാറ്റം നടക്കും. ഇത്രയും നാളും നിന്റെ ശത്രു കൊണ്ടു നടന്ന എന്തോ അധികാരം അത് സ്വർഗം മേടിച്ചു തരും. അത് നീ ശത്രുവിന്റെ കയ്യിലല്ല ഇരിക്കേണ്ടത്. ഈ പട്ടണത്തിന്റെ മുദ്രമോതിരോ സ്വർഗസ്ഥനായ ദൈവം നിന്റെ കയ്യിലേക്ക് തരട്ടെ. ആത്മീകം അറിയാവുന്ന പ്രിയപ്പെട്ടവർ വിവേചിച്ചെടുത്തോണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ കൈയടിക്കുമ്പോൾ ഇതൊരു 8 ഗ്രാമിന്റെ മാമോദീസ മോതിരമല്ല, ഇതൊരു അധികാരത്തിന്റെ മോതിരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് ഊരിക്കൊടുത്തിട്ട് രാജാവ് ഒരു കാര്യം പറയുകയാണ്. ആ പരമാർത്ഥിയായ രാജാവിനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഈ വാക്യത്തിൽ കണ്ടു. അദ്ദേഹം പറയുകയാണ്, ഞാൻ പോലും അറിയാതെ നിങ്ങളുടെ ശത്രുവായ ഹാമാൻ നിങ്ങൾക്കെതിരെ രേഖ എഴുതി അതിനകത്ത് എൻ്റെ ഈ മുദ്രയുള്ള മോതിരം കൊണ്ട് സ്തോത്രം. അവിടെ രാജാവ് ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. രാജനാമത്തിൽ എഴുതുകയും, 8-ാം വാക്യം, രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ഇനി ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയില്ലല്ലോ. എന്നാണെങ്കിലും മക്കളെ എഴുതിപ്പോയി, അവൻ എഴുതിപ്പോയി, അവൻ മുദ്രയിട്ടു. എൻ്റെ പേരിൽ എഴുതി, എൻ്റെ പേരിൽ മുദ്രയിട്ടത് ഇനി ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയേല. അതുകൊണ്ട് അവൻ കൊണ്ടുപോയതൊക്കെ കൊണ്ടോട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. ഒരു സൊല്യൂഷൻ രാജാവ് പറയുക, നീ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ അവൻ എഴുതിയ ഉപായരേഖ എന്ന് അവിടെ 8-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന പേര് ഉപായരേഖ. സ്തോത്രം. അവിടെ എവിടെയോ ഉണ്ട് അവൻ എഴുതിയിരിക്കുന്ന 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം തീരുന്നിടത്ത് ഹമ്മാദിയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങൾ. അവൻ എഴുതിയ ഉപായ ലേഖനം അത് എഴുതി മുദ്ര വെച്ച് രജിസ്റ്റേർഡ് ആയിപ്പോയി, റെക്കോർഡിലേക്ക് ചേർന്നു. ചില കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. ആധാരം രജിസ്റ്റർ ചെയ്തു, കരം അടച്ചു, അവരുടെ പേരിൽ കൂട്ടി. നമ്മൾ എന്നപ്പോൾ പറയുക അങ്ങനൊരു വീതം ഇല്ല, പോയി. ഇനിയിപ്പോൾ അനുഭവിക്കുന്നല്ല പറഞ്ഞത്, അതിന് രാജാവ് പറഞ്ഞൊരു സൊല്യൂഷനാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി ഒരു രേഖ എഴുതണം. ഞാൻ മോതിരം തരാം, നിങ്ങളതുകൊണ്ട് മുദ്ര വയ്ക്കണം. അതിനർത്ഥം ഞാൻ പറയാം. ശത്രു എഴുതിയ രേഖകൾ അങ്ങനെ തന്നെ, അത് വെറും കടലാസാണെന്നെങ്കിൽ കീറിക്കളയായിരുന്നു, കത്തിച്ചു കളയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളത് കൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ ബഹുമാനാർത്ഥം എൻ്റെ പേരിൽ എഴുതി എൻ്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചത് കൊണ്ട് അത് കീറാൻ പാടില്ല, അത് കത്തിക്കാൻ പാടില്ല. പക്ഷെ അതിനി ഒരു വഴിയുള്ളൂ, നിങ്ങളൊരു രേഖ എഴുതണം, നിങ്ങൾ അതിനെ മുദ്ര വെക്കണം. അപ്പോ ദൈവജനം എഴുതിയ രേഖ കൊണ്ട് ശത്രു എഴുതിയ രേഖയെ രാജാവ് നിർവഹിക്കും. ഈ പകല് ഞാൻ നിർത്താൻ തുടങ്ങുമ്പോൾ പറയാം, ചിലതൊക്കെ എഴുതിപ്പോയി. പീലാത്തോസ് പറഞ്ഞതുപോലെ എഴുതി ഇനി നമ്മുടെ വിധിയാണെന്നും പറഞ്ഞിരിക്കുകയല്ല. ഈ യോഗത്തിൽ വെച്ച് ദൈവം നിന്നെ കൊണ്ട് ചിലത് എഴുതിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ നിനക്ക് അർഹതയില്ലാത്തത്, നീ ഒരിക്കലും വിചാരിക്കാത്തത്, നിനക്ക് പറ്റുമെന്ന് തോന്നാത്തത്, നിന്റെ പദവിക്ക് പറ്റാത്തത്, അധികാരിയായ രാജാവ് പറയും, അവൻ പേന ഒരു കയ്യിൽ തരും, അവൻ മോതിരം ഒരു കയ്യിൽ തരും, അവൻ ലെറ്റർ പാടെടുത്ത് മുമ്പിൽ വെക്കും, എന്നിട്ട് പറയും നീ എഴുതാ. നീ എഴുതുന്നത് ഇന്ന് മുതൽ ഇവിടെ പ്രാബല്യത്തിലാകും. ശത്രുവിന്റെ രേഖകളെ വിശുദ്ധന്റെ രേഖ കൊണ്ട് നിർവീര്യമാക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് എസ്തറിന്റെ പുസ്തകം. ഹല്ലേലൂയ.
നിനക്ക് പ്രാർത്ഥന ലഭിച്ചാൽ, നിന്റെ മേൽ പ്രാർത്ഥന വന്നാൽ, ഇനി ഒരു പഴുതുമില്ലെന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീല് പറഞ്ഞ കേസിനും സ്വർഗം ഒരു പഴുതുണ്ടാക്കി തരും. സ്തോത്രം. ഇനിയിപ്പോൾ ഇതിനകത്ത് അമ്മ ഒരു വഴിയില്ല. ഇപ്പം നമ്മൾ പെനാൽറ്റി അടച്ചങ്ങ് പോവുക. നഷ്ടപ്പെട്ടു, ഇനി പെടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റേ ഓർഡറോടെ മേടിക്കാം എന്നും പറഞ്ഞ് ഇവിടുത്തെ ബുദ്ധിമാൻ ഫയല് മടക്കിയ കേസ് സ്വർഗം ഒന്നോടെ തുറപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഇതിനകത്തെ പ്രവചനങ്ങളാണ്. മടുത്ത് തോറ്റ സുല്ല് പറഞ്ഞ് ഇനി ആശ നടക്കില്ലെന്ന് പറഞ്ഞ് സ്വത്ര ഫയൽ ക്ലോസ് ചെയ്ത ചില വിഷയങ്ങൾ നാളുകൾക്ക് ശേഷം പുതിയൊരു രേഖ സ്വർഗം ഉണ്ടാക്കും. പുതിയൊരു രേഖ ദൈവം ഉണ്ടാക്കും. അതിനകത്ത് മുദ്ര വയ്ക്കും. അതോടുകൂടെ സഭയ്ക്കെതിരെ, വിശുദ്ധന്മാർക്കെതിരെ എഴുതി ചമച്ച പഴയ രേഖകൾ ക്യാൻസൽ ആകും. പുതിയതൊന്ന് ദൈവം രംഗത്ത് കൊണ്ടുവരൂ. സ്വർഗം അത് ചെയ്യൂ. ഈ ദൂത് ഭാരതത്തിലെ സഭകൾക്ക് ഇരിക്കട്ടെ. കൊച്ചിയിൽ യോഗം നടക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം കണ്ണുനീരിനെ മാനിച്ച്, ഉപവാസത്തെ മാനിച്ച്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ആത്മീകമായ കാര്യത്തിനോ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, എല്ലാത്തിനും പരാജയം, ഇനി നിനക്ക് ചാൻസ് ഇല്ല, ലാസ്റ്റ് ചാൻസും കഴിഞ്ഞു എന്ന് പറഞ്ഞ് കട്ടയമ്പടം മടക്കിയ ചില സീൽ ചെയ്ത് അടച്ച ഫയലുകൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആ സൈറ്റ് ഒരിക്കൽ കൂടി ഓപ്പൺ ആക്കി എന്റെ ദൈവം വാഗ്ദത്തം നിറവേറ്റും. വിശ്വാസമുള്ളവർ മാത്രം ദൈവാത്മാവിന്റെ പക്ഷം ചേർന്ന് ദൂതിന്റെ കൂടെ നിന്ന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റി സ്തുതിച്ചുകൊണ്ട് പറ, ഈ പ്രാർത്ഥന എന്റെ പ്രാർത്ഥനയാണ്. ഇത് ഡെലിവറൻസ് ചർച്ചാണ് വെച്ചത്. ബിജു പാസ്റ്ററാണ് ഇതിന്റെ മുഖം വഹിക്കുന്നത്. കൂട്ടുവേലക്കാരാണ് ഇതിന്റെ കഷ്ടം സഹിക്കുന്നത്, പണം മുടക്കുന്നത്. പക്ഷെ ഞാൻ ഇത് ഏറ്റെടുക്കുക. ഇത് എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാ. ഇതെനിക്ക് പ്രാർത്ഥന കിട്ടുന്ന യോഗമാണ്. ഇതെനിക്ക് വേണ്ടി സ്വർഗം ചില മോതിരം ഊരി തരുന്ന ജഗദാരാധിയാണ്. ദിവസങ്ങളാണിത്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെല്ലാം ആത്മാവിൽ ഇരിക്കുന്നിടത്തിരുന്ന് ദൈവാത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ഓ ജീവരാശകനിയാര, നിങ്ങൾക്ക് ഈ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓടിയെത്താൻ പറ്റുമെങ്കിൽ 21 തീരുന്നതിനേക്കാൾ മുമ്പ് ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൂതിനെ മുറുകെ പിടിച്ചോണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട്, ഞാൻ ഓൺലൈൻകാരോട് പറയുക, ഒരു ദിവസമെങ്കിലും ഇവിടെ വിശുദ്ധന്മാരുടെ ഇടയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കാൻ തുടങ്ങിയ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മിക്കവാറും എല്ലാം പറ്റാറുള്ളത് ഇന്നും പറ്റി. സ്തോത്രം. ചങ്കെടുപ്പോടെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി എൻ്റെ ബുദ്ധിയിൽ ഇട്ട് എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ കർത്താവ് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. അതൊട്ട് പറയില്ല കർത്താവ്. പക്ഷെ ദൈവം, ഞാനൊരാമുഖം പറഞ്ഞ് വചനത്തിൽ കയറാനിരുന്നത് കർത്താവ് അതിനകത്ത് ദൂതാക്കി തന്നു. ദൈവത്തിന് പറയാനുള്ളത് ഇതായിരുന്നു. ബാക്കി ദൈവത്തിൻ്റെ ആത്മാവിന് വിട്ടുകൊടുക്കുക. കേട്ടതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പ് പോലെയെങ്കിലും നിനക്ക് പിടിക്കാനുണ്ടെങ്കിൽ പാഴാക്കി കളയരുത്. എൻ്റെ വിശ്വാസം ഇതിനകത്ത് പതിരില്ലായിരുന്നു എന്ന്. നിനക്കുള്ള ദൂതാണിത്. സ്തോത്രം. ദൈവം കഴിമരമല്ല ലക്ഷ്യമാക്കുന്നത്. ശത്രു എഴുതി മുദ്രപേപ്പറിൽ എഴുതി സീൽ ചെയ്ത ആ കടലാസൊന്നും കർത്താവിന് വിഷയമല്ല. ദൈവം നീയാണ് വിഷയമാക്കിയിരിക്കുന്നത്. നിനക്ക് പ്രാർത്ഥന കിട്ടിയാൽ, നിനക്ക് ശക്തി ലഭിച്ചാൽ, നിനക്ക് കൃപ ലഭിച്ചാൽ എല്ലാ കാര്യങ്ങളെ കീഴ്മേൽ മറിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ, ഞാൻ വലിയ ആളാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട ആളാണ്, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണം എന്നില്ല എന്ന മനോഭാവത്തോടെ നിൽക്കരുത്. ഈ ദൂതിൻ്റെ ഈ പ്രത്യേക ദിവസം പറയുന്നു, ഒരല്പം കൂടി പ്രാർത്ഥന കിട്ടിയാൽ നിങ്ങൾ ജയിക്കും.
ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ. അടുത്തടുത്ത് നിൽക്കുന്ന 2 പേർ തമ്മിൽ കരങ്ങൾ മുഖത്തോട് മുഖം നോക്കി 2 പേർ തമ്മിൽ കരം ചേർത്ത് പിടിക്കുക. അടുത്തടുത്ത് നിൽക്കുന്ന 2 പേർ തമ്മിൽ ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഒറ്റപ്പെട്ടു പോയെങ്കിൽ ഒരു 3 പേർ, ആ ഒറ്റപ്പെട്ടവർ മാത്രം ചേർക്കുക. 2 പേർ തമ്മിൽ കരങ്ങൾ കോർത്ത് പിടിക്കുക. കേട്ട ദൂത് വെച്ച് പറ. കയ്യെ പിടിച്ചിരിക്കുന്ന ആൾ നിനക്ക് പരിചയക്കാരിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്നെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. ആ 3 പേരുടെ കൂടെ 2 പേർ തമ്മിൽ പറ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കണ്ണ് നിറഞ്ഞ് ദൈവസന്നിധിയിൽ ആ കയ്യെ പിടിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചോണ്ട് പറ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ക്യാരക്ടറാണല്ലോ നമ്മൾ പ്രസംഗിച്ചത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ എസ്തേറാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടാൽ ഈ സഭ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെട്ടാൽ നീ കയറി ചെല്ലുന്നിടത്ത് പാതാള ഗോപുരങ്ങൾ തകരും. ഓ, നീ അനുഗ്രഹിക്കപ്പെട്ടാൽ നീ എൻ്റെ വീട്ടിലൊന്ന് കാലുകുത്തിയാൽ അവിടെ ചിലത് മറിയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ കയ്യെ പിടിച്ച് എത്രത്തോളം പ്രാർത്ഥന കൊടുക്കാമോ അത്രയും പ്രാർത്ഥന കൊടുത്തിട്ട് പറ. നിങ്ങൾക്ക് ആ കയ്യെ പിടിച്ചിരിക്കുന്ന ആൾ ഒരു അഭിഷിക്തനാണ് എന്ന് തോന്നിയാൽ, ഒരു അഭിഷിക്തയാണെന്ന് തോന്നിയാൽ നിങ്ങൾ ആത്മാവിൽ പറ, നാഥാ, ഇവരെ ഇന്ന് വരെ കണ്ടതിനേക്കാൾ അതിശക്തമായി ഞങ്ങൾ അറിയട്ടെ. ഇവിടത്തെ നിന്ദിച്ചവരറിയട്ടെ, നിന്ദിച്ചവരറിയട്ടെ. കൊട്ടാരങ്ങളിൽ കയറി കാര്യത്തിൽ ഇടപെടുന്ന രീതിയിൽ അഭിഷേകതലം, ആത്മീകതലം വെളിപ്പെട്ടു വരുന്ന ഒരു രീതിയിലേക്ക് ദൈവത്തിന്റെ ജനത്തെ സ്വർഗം നയിക്കണമെന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ചേർത്ത് നിർത്തി കണ്ണുനീരോടെ ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അക്കരത്തെ പിടിച്ചോണ്ട് പറ, നീ എനിക്ക് വലിയവനാണ് ബ്രദറെ. നിനക്കുള്ള ദൂതായിരുന്നു ഇത്, നിനക്കുള്ള ദൂതായിരുന്നു ഇത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറ. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറ. കണ്ണ് നനഞ്ഞൊഴുകുന്നവർക്കായി സ്തോത്രം. സിസ്റ്റർ, നിനക്കൊരു ശുശ്രൂഷയുണ്ട് കേട്ടോ. നിന്റെ ഭാരം ദൈവം കാണുന്നുണ്ട്. ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങും. ആ കരം പിടിച്ചിരിക്കുന്നവരിലേക്ക് ആത്മാവ് ഇറങ്ങി വരട്ടെ. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ആത്മതലങ്ങൾ വ്യാപരിക്കട്ടെ. ആ കയ്യെ പിടിച്ചിരിക്കുന്നവരിലേക്ക് ശക്തി കയറി പിടിക്കട്ടെ. സ്വർഗ്ഗം ഇടപെടട്ടെ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ശക്തി വ്യാപരിച്ചെങ്കിൽ നിന്റെ കയ്യെ പിടിക്കുമ്പോൾ ഒരു പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ശക്തി ഇറങ്ങുകയാ, ദൈവത്തിന്റെ കൃപ ഇറങ്ങുകയാ. ചിലർക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരികയാ. ആത്മാവ് വലിയ കാറ്റ് പിടിക്കുന്ന വൃക്ഷം പോലെ ഇതിനകത്ത് ചിലരെ ദൈവം മറിക്കുകയാ. നീ ആള് മാറുകയാ. അഭിഷേകത്തിന്റെ തലങ്ങൾ സ്വർഗ്ഗം വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ചിലരുടെ മേൽ തീ പോലെ ഇറങ്ങുന്നു. നീ കൈതൊട്ടിരിക്കുന്ന ആളുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. പ്രാർത്ഥിച്ച് ജ്വലിപ്പിക്ക്, പ്രാർത്ഥിച്ച് ജ്വലിപ്പിക്കാതെ, പ്രാർത്ഥിച്ച് ജ്വലിപ്പിക്കാതെ, സ്തോത്രം ചെയ്ത് ജ്വലിപ്പിക്കാതെ. കൃപ ഇറങ്ങട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. അവരിന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സാമാന്യ തന്ത്രങ്ങൾ ഉടയണം, കഴുമരങ്ങൾ തകരണം, കൂട്ടുകെട്ടുകൾ, നിന്റെ കുടുംബം മറിച്ച ആ ബന്ധനങ്ങൾ, അതിന്റെ പുറകിലെ വ്യാപാരങ്ങൾ ഇന്ന് ഈ കയ്യെ പിടിച്ച് നീ പ്രാർത്ഥിച്ചു വിടുന്ന സ്വർഗം വിടുതലാക്കി മാറ്റും, അത്ഭുതമാക്കി മാറ്റും. ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വത്രം 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 സ്വത്രം. സഭ ഉണരുകയാ. പ്രാർത്ഥന പോരാളികൾ എഴുന്നേക്കുക. നിങ്ങളുടെ കൂടെ ആത്മാക്കൾ വരികയാ. സ്വർഗം അത് ചെയ്യുകയാ. നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്കകത്ത് ഇപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ഫോർട്ട് കൊച്ചിയിൽ, മട്ടാഞ്ചേരി, തോപ്പുംപടിയിൽ, ഇവിടെ നിങ്ങൾ തെരുവിൽ നിന്ന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് ശുശ്രൂഷ ചെയ്യാൻ ലജ്ജയില്ലാത്ത ഒരു കൂട്ടരെ ഇവിടെ എഴുന്നേൽപ്പിക്കൂ. പൊതുസ്ഥലത്ത് നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ ഇളകും. അത് ഇവിടത്തെ നാട്ടുകാർ കാണും. ഇതിനകത്ത് സത്യമുണ്ട് എന്ന് വെളിപ്പെടും.
അങ്ങനെ വരട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശു ജീവിക്കുന്നു എന്ന് പലരും അറിയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. അതിന് പ്രാർത്ഥനയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ഇവിടത്തെ സ്തോത്ര ഹല്ലേലൂയ സകല ആളുകളും പ്രാർത്ഥനയിലേക്ക് കടന്നു വരട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധ പിതാവേ, നിന്റെ ജനം പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അങ്ങയുടെ ദാസനാകുന്ന അടിയൻ ഈ ദൂത് ഇവിടെ പറയാൻ കഴിഞ്ഞ ദിവസം എന്റെ തന്ന ഞാൻ ആത്മാവിൽ ഇവരെ അനുഗ്രഹിക്കുക. ഈ പ്രാർത്ഥന നിമിത്തം ഒരു വിരുന്നിൽ വിഷയം തീർന്നതുപോലെ ഈ പ്രാർത്ഥന ഒരു വിരുന്നായി മാറട്ടെ. അതിനകത്ത് വിഷയം തീരട്ടെ. സഭയുടെ മുമ്പിലെ സകല ഭാരങ്ങളും മാറട്ടെ. കർത്തൃദാസന്മാരെ, ദൈവദാസിമാരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.